കിടിലം പടം, ഇതുപോലത്തെ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടില്ല. ഒരു സെന്റൻസ് കൊണ്ട് തീരുന്നതിനെയും ആൾക്കാർ റിവ്യൂ എന്ന രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. വിജയിനെ ജോസഫ് വിജയ് എന്നിടത്തും വരെയും, കമലിനെ കമാലുദ്ദീനും, മമ്മൂട്ടി വൈകാതെ PI മുഹമ്മദ് ഊട്ടിയാവും. നമ്മൾ അന്ന് KG ജോർജും അരവിന്ദനും MTയും ഒക്കെ കൊണ്ടുവന്ന അത്രയും പൊളിറ്റിക്കലായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള കണ്ടന്റിനെ വെല്ലുന്ന കണ്ടന്റുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവൻ ഇതിലൊന്നും പെടാത്ത ചുരുളി എന്ന സിനിമയെക്കുറിച്ച് ഞാൻ നടത്തിയൊരു പരാമർശം തന്നെ എനിക്കെതിരെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. ഞാൻ പറയുകയാണ്, സുരേഷ് ഗോപി നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സുരേഷ് ഗോപി ഒരു ഗംഭീര മനുഷ്യനാണ് എന്നൊറ്റ വാക്ക് മതി. അപ്പം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എന്തായി, ഞാൻ ആരായി? സംഖ്യയായി. ഇപ്പം Z5 ഇതിൻ്റെ പരസ്യം കാണിക്കുമല്ലോ യൂട്യൂബിൽ. അപ്പോൾ ശരിക്കും നടന്ന കഥയാണ് ഇത്, നിങ്ങളെന്താ കാണാത്തതെന്ന് ചോദിച്ചിട്ടാണ് കേരള സ്റ്റോറിയുടെ കഥ വെക്കുന്നത്. ഇതുപോലൊരു കട്ടക്കൂതറ പടം എന്ന് പറയുന്ന ഭാഷയും ഈ പടത്തിന്റെ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് പറയുന്ന ഭാഷയും വ്യത്യാസമുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ വാര്യംകുന്നന്റെ കഥ അനൗൺസ് ചെയ്ത സമയത്ത് ഒറ്റയടിക്ക് 4 വാര്യംകുന്നന്മാർ വന്നത്. അപ്പോൾ ഇത് ഏതിലെ വാര്യംകുന്നനാണ് ശരിയാന്നുള്ളത് അറിയാൻ വേണ്ടി പ്രേക്ഷകർ പോവില്ല. നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിഷ്പക്ഷനാണെന്ന് പറയാം, അതാണ് ഏറ്റവും മോശം പക്ഷം. എനിക്ക് മുമ്പേ സംസാരിച്ച ഹരി സൂചിപ്പിച്ചതുപോലെ നമ്മോടൊപ്പം ക്യാമ്പിന്റെ 3-ാം ദിവസം, അതായത് നാളെ ഒരു സെഷനിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിരുന്ന വ്യക്തിയാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ള സുധീഷ് സാർ. നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സാറിന് നാളെ പോകേണ്ടതുള്ളത് കൊണ്ട് നാളെയുള്ള ക്ലാസ്സിന് എത്തിച്ചേരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്. എന്നാൽ ഹസ്കയിൽ വരിക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം നിർബന്ധമുള്ളതാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാളത്തെ അസൗകര്യത്തെ ഇന്നത്തെ സൗകര്യത്തിലേക്ക് മാറ്റി നമ്മോടൊപ്പം ഇന്ന് ഇപ്പോൾ സാറോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദി ക്ലാസ് എന്ന തലക്കെട്ടായിരുന്നു നാളത്തെ സെഷന് നൽകിയിരുന്നത്. എന്നാൽ സാറും ഇപ്പോൾ ഞാനും മാത്രമുള്ള ഈ സെഷനിലേക്ക് ഞങ്ങൾ തന്നെ ആലോചിച്ച് ഒരു ടൈറ്റിലിൽ ചെറിയൊരു തിരുത്തു വരുത്തിയിട്ടുണ്ട്. ഹസ്കയുടെ ക്യാമ്പ് അധികാരികൾ അതിന് അനുമതി നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൈറ്റിൽ നല്ലതാണെങ്കിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് കരുതുന്നു. സ്റ്റാർട്ട് ആക്ഷൻ ക്ലാസ് റൂം എന്നാണ് സാർ. നമ്മൾ ഈ പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴേ നമ്മൾ essay ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കും അറിയുന്നത്. അപ്പോൾ അതറിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു കനിവ് താന്നി 2 മാർക്ക് തന്നോട്ടെ എന്ന് വെച്ചിട്ട് essay മൊത്തം എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നായിട്ട് കരുതിയാൽ മതി. അതായത് ഈ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ടതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. അത് പറയാതെ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് ആക്കി, ഇൻ ടു ദ ക്ലാസ് ആക്കി എങ്കിൽ പോലും ഈ ക്ലാസ്സിന് പുറത്തെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ, നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? പണ്ടോട്ടെ ആണെങ്കിൽ സിനിമയാണ്, തിയേറ്ററാണ്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകാമെന്നുള്ളതാണല്ലോ പ്രധാന വിനോദമായിട്ട് വരുന്നത്. ക്ലാസ്സിന് പുറത്തെന്ന് വെച്ചാൽ പഠിക്കാത്ത എല്ലാം ക്ലാസ്സിന് പുറത്തുള്ള സംഗതികൾ എന്നാണ് വിചാരിക്കുന്നത്. അല്ലെ, പഠിക്കുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പഠിക്കുന്നത് മാത്രമാണ് ക്ലാസ് എന്നാണ് നമ്മുടെ പണ്ട് തൊട്ടേയുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഈ ക്ലാസ്സിന് പുറത്തേക്ക് പോവുക? അപ്പോൾ എൻ്റെ ലൈഫിലൊരു വളരെ ചുരുക്കി പറയാം, ഒരു 4 ഇൻസിഡൻസ്, 4 3 ചുരുക്കാൻ പറ്റുമെങ്കിൽ. ക്ലാസ്സിൽ പുറത്തുള്ള സാധനമാണ് പുസ്തകം വായിക്കുക എന്നുള്ളത്. അല്ലേ, പുസ്തകം വായിക്കാനുള്ള എൻ്റെ പറയുമ്പം സുധീഷ് പയ്യന്നൂർ ഉണ്ടെന്നെങ്കിൽ പോലും ഈ ഫേസ്ബുക്ക് തുടങ്ങിയ കാലത്ത് ഇട്ട പേരാണ് സുധീഷ് പയ്യന്നൂർ. എൻ്റെ വീട് പയ്യന്നൂരിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെ പോകണം. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ആ നാട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത്. അപ്പോൾ ഏകദേശം ഊഹിക്കാം എത്രത്തോളം ഉള്ളോട്ടുള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ അന്ന് ഈ ചേട്ടന്മാരൊക്കെ, ക്രിക്കറ്റ് കളിക്കുന്ന ചേട്ടന്മാരൊക്കെ കുറച്ച് വായനയൊക്കെയുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് അവർ ഈ OV വിജയനെക്കുറിച്ചും ബഷീറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട് അങ്ങനെ പുസ്തകം വായിക്കാനുള്ള വല്ലാത്തൊരു ക്രേസ് തോന്നിയ സമയത്ത് ഞാൻ ലൈബ്രറിയിൽ പോയി. അപ്പോൾ നമ്മൾ വലിയ ക്ലാസിക്കുകളെ കുറിച്ചാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യം പോയി എടുത്തത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണ്. അപ്പോൾ അത് എടുത്തപ്പോഴേ ലൈബ്രറി നോക്കി ചിരിച്ചു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പുസ്തകം വളരെ കുഞ്ഞക്ഷരമാണ്. ഈ കറണ്ടിൻ്റെ വെളിച്ചത്തിൽ തന്നെ വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇത് കണ്ണ് വേദനിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഒരു സാധനവും മനസ്സിലാവില്ല. ഈ മണിമുഴങ്ങുന്നു അല്ലാതെ ഇപ്പോഴും എൻ്റെ മനസ്സിലൊന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് ഉടനെ കൊണ്ടു കൊടുത്തു. ഭയങ്കരമായിട്ട് അവർ എന്നെ ഒന്ന് കളിയാക്കി. അതായത് അവർക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇത് വായിക്കേണ്ട പ്രായം ആയിട്ടില്ല മോനെ, നീ ഇപ്പോൾ ബഷീറിനെയോ അല്ലെങ്കിൽ M മുകുന്ദനെയൊക്കെ വായിച്ച് ഒന്ന് തുടങ്ങ് എന്ന് പറയാം. പക്ഷേ അവർ ഭയങ്കരമായിട്ട് ഇതൊക്കെയാണോ വായിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞൊരുമാതിരി ആൾക്കൂട്ടത്തിൽ അപമാനിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഇതുവരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ യൂണിവേഴ്സിറ്റി എൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഒരു സാഹിത്യ പുസ്തകവും ഞാൻ ഒരു ലൈബ്രറിയിൽ നിന്നും എടുത്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ ക്ലാസ്സിന് പുറത്തേക്ക് പോയത്. ഇപ്പോൾ എനിക്കൊരു 10-700 പുസ്തകം സ്വന്തമായിട്ടുണ്ട്.
എനിക്ക് മേടിക്കണം തോന്നിയാൽ അന്ന് ആദ്യത്തെ പുസ്തകം വാങ്ങുന്നത് 2 മാസം വെക്കേഷന് അവിടെ നമുക്ക് കശുവണ്ടി തോട്ടമുണ്ട്. അവിടെ പാട്ടത്തിനെടുത്ത് തോട്ടത്തിൽ പെറുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു 5000 രൂപ കിട്ടും. 3000 രൂപ വീട്ടിൽ കൊടുക്കും, 2000 രൂപയ്ക്ക് പുസ്തകം വാങ്ങും. അങ്ങനെ ആദ്യം മേടിച്ച പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളും സ്മാരകശിലകളും. ഇപ്പോൾ ആ പുസ്തകം രണ്ടും എൻ്റെ കയ്യിലില്ല, പുതിയ എഡിഷനേ ഉള്ളൂ. എൻ്റെ അടുത്ത് വാങ്ങിക്കാൻ കൊണ്ടുപോയി പിന്നെ തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അത്രയും സ്നേഹമുള്ളവർ ചോദിച്ചാലേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം കൊടുക്കാറുള്ളൂ. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് ലൈബ്രറി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായി. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് ഔട്ടായ കാര്യം അതാണ്. 2 ഇവിടെ പിന്നെ നാടകം ആണല്ലോ. നാടകം ഒരു കാലത്ത് ഭയങ്കര ക്രൈസുള്ള സാധനമായിരുന്നു. അപ്പോൾ നാടകം അഭിനയിക്കാൻ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ, അതായത് സ്കൂളിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഹൈറാർക്കിയൽ സംഭവം ഉണ്ടോയെന്ന് അറിയത്തില്ല, ചില കുട്ടികളോട് അധ്യാപകർക്ക് വലിയ സ്നേഹം ഉണ്ടാവും. അപ്പോൾ അവരെ കലാപരിപാടികളിൽ കൃത്യമായി പ്രോത്സാഹിപ്പിക്കും. നമ്മളെന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം ഒരു നമുക്കത്ര സുഖമുള്ള പരിപാടിയല്ല, പിന്നെ നമുക്ക് തന്നെ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒരിക്കലും മഞ്ജുളനെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? മഞ്ജുളൻ ഡിസംബർ സിനിമയിലാണ്, പക്ഷേ അല്ലാതെ അദ്ദേഹം സംസ്ഥാന അവാർഡൊക്കെ നേടിയ നാടകമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ചെഗുവേര, കേളു ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. മഞ്ജുളൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നാട്ടിലൊരു നാടകം ചെയ്യാൻ വേണ്ടി വരുന്നു. അത് ആൻ്റൺ ചെക്കോവിൻ്റെ ഓന്ത് എന്ന കഥയാണ് നാടകമാക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ബാക്കി എല്ലാം ചേട്ടന്മാരാണ്. അപ്പോൾ മഞ്ജുളൻ എന്നെ സഹായത്തിന് വിളിച്ചു. എനിക്ക് റോളൊന്നുമില്ല അതിൽ. സഹായത്തിന് ചോദിച്ചാൽ നമ്മൾ സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നടക്കുക. കാരണം ബാക്കി ചേട്ടന്മാരെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പോകും. വൈകുന്നേരമാണ് പ്രാക്ടീസ്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചെറുക്കനല്ലേ. മഞ്ജുളനോട് രാവിലെ തൊട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷെ അന്ന് എനിക്ക് നാടകത്തെക്കുറിച്ച് അറിയാനുള്ളതും ഒക്കെയുള്ള സമയമായതുകൊണ്ട് മഞ്ജുളേട്ടൻ അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് റോള് വരുന്നത്. അതിലുള്ള റോളൊന്നുമല്ല, കഥയിലില്ലാത്തൊരു റോളാണ്. പക്ഷെ അങ്ങനെ ഒരു പോലീസുകാരൻ്റെ ഒരു ചെറിയ റോള് തരുന്നു. 2 സീനിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സന്തോഷമൊക്കെ ആയി. സ്കൂളിലോ നമ്മളെ ഇല്ലാണ്ടാക്കി, പക്ഷേ ഇവിടെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു എന്നായി. പിന്നെ നമ്മൾ +2 എത്തിയപ്പോൾ വീണ്ടും നമ്മൾ തന്നെ എഴുതി, നമ്മൾ തന്നെ സംവിധാനം ചെയ്ത് നാടകം ഉണ്ടാക്കി. നമ്മൾ സബ് ജില്ലയിലൊക്കെ പോയിരുന്നു. വലിയ പ്രൈസൊന്നും കിട്ടിയില്ല, നമുക്ക് അത്ര ചെറിയ ചുറ്റുപാടുകളാണ്. ഈ +2 പഠിക്കുന്ന സമയത്ത് നമ്മളൊരു നാടകം ചെയ്ത് 2 പോലീസുകാരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. പക്ഷേ വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ ഒരു വകുപ്പുമില്ല. പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി അവിടുത്തെ സാറോട് പറഞ്ഞു, സാറേ നമ്മൾ ഇങ്ങനെയുണ്ട്, പഴയ ഡ്രസ്സ് വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു. ആദ്യം അയാളൊന്ന് തുറച്ചു നോക്കിയെങ്കിലും ചെറിയ പിള്ളേർ വന്നതല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ഡ്രസ്സൊക്കെ തന്ന് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഫുഡൊക്കെ മേടിച്ച് തന്ന് നമ്മൾ അതുകൊണ്ടാണ് സബ് ജില്ലയിൽ പോയിട്ട് A ഗ്രേഡ് മേടിച്ച് പോയപ്പം പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഒരു പക്ഷേ നാടകം എന്ന് പറയുമ്പോൾ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ഞാൻ പയ്യന്നൂർ കോളേജിൽ വെച്ച് വാണിംഗ് ബെൽ എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. നാടകത്തെക്കുറിച്ച് ഇപ്പം ഇന്ന് നാടകം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ തൊട്ടും മുന്നേ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നാടകത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രം പറയാം. വാണിംഗ് ബെൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നാടകമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 25ാമത്തെ മിനിറ്റിലൊരു നാടകത്തിന് വാണിംഗ് ബെൽ അടിക്കും മത്സരത്തിന്, അല്ലേ? നിങ്ങൾ നാടക മത്സരമൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അരമണിക്കൂർ നാടകമാണെങ്കിൽ 25ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു വാണിംഗ് ബെൽ അടിക്കും. ഇനി 5 മിനിറ്റേ ഉള്ളൂ മക്കളെ, സമയത്തിന് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. അതാണ് വാണിംഗ് ബെൽ. ആ വാണിംഗ് ബെല്ലാണ് നമ്മുടെ കഥാപാത്രം. ഒരു സംഭവം പോലും നിങ്ങൾ നൻപക നേരത്തെ മയക്കം കണ്ടിട്ടില്ലേ? സ്വപ്നമാണോ എന്നാന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഒരു പെർസ്പെക്ഷൻ നമ്മൾ സ്വപ്നമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെല്ലാം സ്വപ്നത്തിൽ കണ്ടുമുട്ടുന്നവരാണ്. ഒരാൾ വായിച്ചാൽ മുഖം മാറുമെന്നാണ് പറഞ്ഞത്. വായിച്ച മുഖം മാറുമെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം മാറും, അല്ലേ? നമ്മൾ നല്ല മനുഷ്യരാവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം വായിച്ച് അദ്ദേഹത്തിൻ്റെ മുഖം മാറി. അദ്ദേഹത്തിൻ്റെ മുഖം തീവ്രവാദിയെ പോലെയാണെന്നാണ് പോലീസുകാർ പറയുന്നത്. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗോഡൗണിൽ വന്നേക്കുവാണ്, ഒരു കഥാപാത്രം. രണ്ടാമത്തെ ആൾക്ക് വലിയ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ സിനിമ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല. അയാൾക്ക് മലയാള മനോരമയുടെ മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടി, പക്ഷേ സിനിമ സംവിധാനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടാത്തപ്പോൾ അയാൾ എപ്പോഴും ഉറങ്ങിപ്പോയപ്പോൾ അയാൾ സ്വപ്നം കണ്ടു മമ്മൂട്ടിയെ മോഹൻലാലിലേക്ക് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, ക്യാമറ ഉണ്ട്, ഇനി ഷൂട്ട് ചെയ്താൽ മതി. പക്ഷേ അയാൾക്ക് കഥ കിട്ടിയിട്ടില്ല. അങ്ങനെ അയാളുടെ സ്വപ്നം വരുന്നതും ഇവിടെയാണ്. മൂന്നാമത്തെ ആൾ അയാൾ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനുള്ള അവാർഡ് കിട്ടിയ ആളാണ്. അങ്ങനെ ആ നാട്ടിലൊരു നാടകം വന്നപ്പോൾ അയാൾ പറഞ്ഞു, കർത്താവായിട്ട് നിങ്ങൾ തന്നെ അഭിനയിക്കണം. പക്ഷേ അയാൾക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ രക്ഷപ്പെട്ട് വരുന്ന 3 പേര്. അപ്പോൾ ഈ 3 പേർക്കിടയിലൂടെ പോകുന്നൊരു സംഭവമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ടാബ്ലോ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന 2 പേര്. ഫൈനലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടാബ്ലോ ഉണ്ടാക്കാൻ പോകുന്നിടത്ത് അവസാനം വരുന്നത് ഔറംഗസേബാണ് വരുന്നത്. അതായത് പുസ്തകം വായിച്ച് മുഖം മാറി എന്നിടത്ത് അയാൾക്കുണ്ടാകുന്ന തിരിച്ചറിവ്, സിനിമ എന്താണെന്ന് ഒറിജിനലി ഇയാൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്നിടത്തേക്ക് മറ്റേ തിരിച്ചറിയും. 3 കഥാപാത്രങ്ങളുടെ ഒരു ഗ്രോത്താണ്. അപ്പോൾ അവസാനം ഔറംഗസേബ് വന്നിട്ട് ഈ നാടക സെറ്റിനെ മൊത്തം ഒരു ടാബ്ലോ ആക്കിയിട്ട് പോകുന്നതാണ്. ടാബ്ലോ ആക്കി ഇത് സ്റ്റേജിൽ നിന്ന് പോകും അരമണിക്കൂർ കഴിയുമ്പോഴേക്കും. എന്തുകൊണ്ടാണ് ഔറംഗസേബ് വന്നതെന്ന് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്തുകൊണ്ട് ടിപ്പു സുൽത്താനെ കൊണ്ടുവന്നില്ല? ഞാൻ എന്തുകൊണ്ട് പഴശ്ശിരാജയെ കൊണ്ടുവന്നില്ല? വൈ ഔറംഗസേബ്? ഔറംഗസേബിൻ്റെ ചരിത്രത്തിലെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയിൽ കല നിരോധിച്ച രാജാവാണ് ഔറംഗസേബ്. കലയാണ് നമ്മുടെ എപ്പോഴും. ഇപ്പം നിങ്ങൾ കേരളത്തിന് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും ഒരു കാലത്ത് നാടകം, നമ്മുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ് നാടകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കഥാപ്രസംഗങ്ങൾ, ഓട്ടംതുള്ളൽ, ഇതെല്ലാം രാഷ്ട്രീയം ഇൻ ദ സെൻസ് എപ്പോഴും നമ്മൾ കൊടിയുടെ രാഷ്ട്രീയം മാത്രമല്ല, ഹ്യൂമാനിറ്റി, മനുഷ്യൻ്റെ രാഷ്ട്രീയം എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കും. ഇതെല്ലാം കലയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്.
സോ അങ്ങനെ കുറച്ച് കാലം ഔട്ട് ഓഫ് ദ ക്ലാസ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ വൈശാന്ത് തമ്പി വരുമ്പോൾ ചോദിച്ചാൽ മതി, നിങ്ങൾ പണ്ട് മിമിക്രി അവതരിപ്പിക്കാൻ പോയിച്ചിട്ട് എന്തായിരുന്നു. ഓക്കെ, നമ്മൾ ഈ ന്യൂജമ്പിൾ നിങ്ങളല്ല, നിങ്ങൾക്ക് പിന്നെയും നരേന്ദ്രപ്രസാദിനെയൊക്കെ അറിയാലോ അല്ലേ? ഇല്ലേ? നിങ്ങളെക്കാളും ചെറിയ കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കിയേ. ഇവരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്നൊക്കെ ആക്കി നരേന്ദ്രപ്രസാദിനെ കാണിച്ചു തന്നാൽ ഇതാരാന്ന് പറയാവോ എന്ന് നമ്മൾ വളരെ കോൺഫിഡൻസോട് ചോദിച്ചാൽ അവരെന്ത് പറയും? അവർക്കറിയാവുന്ന പേരേ വരും, വല്ല ഫഹദ് ഫാസിൽ നിങ്ങാനും പറയും. നാളെ ചോദിച്ചാൽ മതി. ഓക്കെ, നാളെ വൈശാന്ത് തമ്പി വരത്തില്ലേ? വൈശാന്ത് ചോദിച്ചാൽ നിങ്ങളെപ്പോഴും ഒരു മിമിക്രി ചെയ്യാൻ പോയിരുന്നല്ലോ, ആ കഥയൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ മതി, ബാക്കി അദ്ദേഹം പറയും. അപ്പോൾ ഫൈനലി വരുന്നതാണ് റിവ്യൂ എന്ന് പറയുന്ന പരിപാടി. നമ്മൾ ഭയങ്കര എന്താ പറയുക, നിങ്ങളാരും PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രം നിങ്ങൾ PhD ഒഴിവാക്കുകയോ PhD ചെയ്യാനുള്ള ഒരു ത്വരയെ ഇല്ലാതാക്കുകയോ ചെയ്യരുത്. ഓക്കെ, കാരണം അന്ന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മോശം സംഭവിച്ചുവെങ്കിൽ പോലും ആ സംഭവിച്ചതിൽ കൂടി ഞാനിപ്പോൾ ഹാപ്പിയാണ്. കാരണം ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പഴയ കാലത്തെക്കുറിച്ച്, പഴയകാലം അങ്ങനെ ആയതുകൊണ്ടാണല്ലോ, വേറെ രീതിയിലാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോലും ഇല്ലോ എന്ന് വെച്ചാൽ വളരെ മോശം സംഭവമൊന്നുമല്ല. നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ വളരെ വളരെ സങ്കടകരമായ മോശം അവസ്ഥയിലൂടെ ഇങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ FBയിൽ കുത്തിക്കുറിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം എല്ലാ സിനിമയും കാണും. സിനിമയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഭക്തിയുള്ളവർ ക്ഷേത്രത്തിൽ പോകുന്നത് എപ്പോഴും പോകുമല്ലോ അല്ലേ? നമുക്ക് പിന്നെ വെള്ളിയാഴ്ച മാത്രം റിലീസ് ആവും എന്നുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രം അമ്പലത്തിൽ പോകാൻ പറ്റുന്നുള്ള അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. സിനിമ കാണൽ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും രാവിലെ 6 മണി തൊട്ട് എൻ്റെ റൂമിൽ ഷോ തുടങ്ങും. എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് ഞാൻ അടുക്കളയിൽ പോകുമ്പോഴേക്കും അവിടെ മൊബൈൽ ഫിക്സ് ചെയ്യാനുള്ള ഫുൾ പരിപാടിയുണ്ട്. ഹെഡ്സെറ്റും വെച്ച് രാവിലത്തെ ഉച്ചക്കേക്കുള്ള ഭക്ഷണം ആകുമ്പോഴേക്കും ഒരു സിനിമയുടെ ഇൻ്റർവെൽ വരെയെങ്കിലേക്ക് അതിനപ്പുറമൊക്കെ സുഖമായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൺസൂൺ മീഡിയ, ശരിക്കും എൻ്റെ അല്ല, ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാം. മൺസൂൺ മീഡിയ തുടങ്ങിയൊന്നും ഞാനല്ല, വേറെ 2 പേരാണ്. ഒരാൾ കണ്ണൂർ, ഒരാൾ തിരുവനന്തപുരത്ത്, മുമ്പ് ദൂരദർശനിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ തൊടുപുഴ എങ്ങനെ ഒരു യാത്ര പോകുന്ന വഴിയിലായിരുന്നു, തിരിച്ചു വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്തു. ആദ്യത്തെ വീഡിയോ ഞാൻ ഇപ്പോഴും കാണുമ്പോൾ ഇത് 2 കൈ ഉണ്ടല്ലോ, ഇത് എവിടെ കൊണ്ടുപോകണം എന്നറിയില്ലല്ലോ. നമ്മൾ വീഡിയോ അല്ലേ പറയുന്നത്, നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരു കയ്യിൽ ഞാൻ ഒരു പേന പിടിച്ച്, ജോൺ ബ്രിട്ടാസിൻ്റെ സ്റ്റൈൽ എനിക്ക്, ജോൺ ബ്രിട്ടാസ് ആണല്ലോ, പേന പിടിച്ച്. അപ്പോൾ ഒരു കയ്യിൽ പേന പിടിച്ചു, പിന്നെ ചരിവൊക്കെയായി, ഇത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയത്തില്ല. ബട്ട് ലേറ്റർ കുറച്ചുകൂടി വ്യൂവർഷിപ്പൊക്കെ കിട്ടി. അങ്ങനെ ഒരു ഘട്ടം ആണ് ശരിക്കും റിവ്യൂലേക്കുള്ളതെന്ന് പറയുന്നത്. ഒരു എന്താ പറയുക, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു വർഷക്കാലമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ തുടക്കത്തിൽ വളരെ വ്യാപകമായിട്ട് വളരെ ഹാഷായിട്ടുള്ള വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അത്രയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുണ്ട്. ഞാൻ കുറച്ച് ലൈറ്റാണ്, എനിക്ക് തന്നെ അറിയാം ഞാൻ ലൈറ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നുള്ളത്. അത്രയും വെറുത്ത് പോയാൽ ഞാൻ ആ സിനിമയെക്കുറിച്ച് ഒന്നും പറയാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലൂടെ പോയ സമയത്താണ് പിന്നെ എനിക്ക് തോന്നി ഞാൻ സിനിമ കണ്ട് മാത്രം പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സിനിമയുടെ ഹിസ്റ്ററി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് സിനിമയുടെ ഹിസ്റ്ററി പഠിക്കാമെന്ന്. ആക്ച്വലി ഇന്ന് രാവിലെ ഫിലിം സ്റ്റഡീസിൻ്റെ ഒരു എക്സാം എഴുതിയിട്ടാണ്, കോട്ടയത്ത് പോയി എക്സാം എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു പഠിക്കുക, നമ്മൾ കുറച്ചുകൂടി എന്ന് വെച്ചാൽ സിനിമ ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പഠിക്കുന്നത്. നമ്മൾ ഈ സിനിമയിൽ കേട്ടുള്ള ടേംസ്, ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററി ആണെങ്കിലും ജർമ്മൻ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് വന്നത്, ഇറ്റാലിയൻ നിയോ നോയർ പടങ്ങൾ എങ്ങനെയാണ് വന്നത്, ഇതൊക്കെ എങ്ങനെയാണ് മറ്റ് സംവിധായകരെ സ്വാധീനിച്ചത്, ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ക്യൂർ സിനിമ എങ്ങനെയാണ് വന്നത്, ഇതിൻ്റെ എല്ലാം ഒരു ഹിസ്റ്ററി ഒന്ന് പഠിക്കുക. നമ്മൾ കുറേ ടേംസ് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും നമുക്ക് വെറുതെ ഇതുകൊണ്ട് എവിടെയും കൊണ്ടായിട്ട് നമ്മൾ നാളത്തെ റിവ്യൂ പറയുമ്പോൾ എങ്കിലും ഇന്ന് ഇറ്റാലിയൻ നിയോ നോയറിനെ കുറിച്ച് പറഞ്ഞ ശേഷം ടർബോയുടെ വീഡിയോയിൽ അടക്കാം എന്ന് പറയാനല്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഉള്ളൊരു സാധനം മാത്രം. ഔട്ട് ഓഫ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാനുള്ള അമ്മാതിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കോവിഡ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് കൊണ്ടുവന്നിരുന്നത് അമ്മാതിരി ഒരു വേർഷനായിരുന്നു. അപ്പം ഞാൻ സെൻറ്റ് തോമസ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് 2020 മാർച്ച് 13 കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് അങ്ങ് സ്റ്റക്കായി പോയി. പക്ഷേ പിന്നീട് ഒരു വർഷക്കാലം നിങ്ങൾക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഓൺലൈൻ ക്ലാസ് ലൈവായിട്ട് എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ തലേ ദിവസം ഫുള്ള് വീഡിയോ ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് വെക്കും. രാവിലെ പോയിട്ട് കറക്റ്റ് സമയത്ത് ഗൂഗിൾ ഇതിൽ പ്ലേ ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം എന്താണ്, ഫ്രീ ആണ്. ആ സമയത്താണ് കോഴ്സറ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? കോഴ്സറ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ആ ഒരു ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടം 64 സർട്ടിഫിക്കറ്റ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. 64 പ്രിൻ്റ് ഔട്ട് എൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസം, അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിയുണ്ട്, ശമ്പളം സർക്കാർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും, കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ ലൈഫിനൊരു ത്രില്ല് വേണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിലിം സ്റ്റഡീസ് പഠിക്കേണ്ട കൂടെ തന്നെ കുറച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കാമെന്ന്. ജൂൺ 11 തൊട്ട് 5 പേപ്പറിൻ്റെ എക്സാമാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് പോയി എഴുതണം. അത് കഴിഞ്ഞ് അടുത്ത എൻറോൾമെൻറ്റിൽ ക്രിമിനോളജി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് പണ്ടോട്ടുള്ള ആഗ്രഹമാണ്. അപ്പം ക്രിമിനോളജി പഠിക്കാമെന്ന് വിചാരിച്ചു. വി ഹാവ് എനഫ് ടൈം. പിന്നെ എൻ്റെ പാർട്ട്ണറുണ്ട്, പുള്ളിക്കാരിക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഒരു 6 മാസം ലീവ് എടുത്ത് ഷെഫിന് പഠിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു. ലൈഫ് നമുക്ക് അങ്ങനെ ത്രില്ലാക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളെന്നും ഇപ്പം
നമ്മളിപ്പോൾ ഒരു പഠിപ്പിക്കുന്നൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ കെമിസ്ട്രി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും പ്ലസ് ടു പഠിച്ചവരുണ്ടാവില്ലേ അല്ലേ? പ്ലസ് ടു കെമിസ്ട്രി പഠിച്ചവരാരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾക്കറിയാം എന്തായാലും ഇപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ പ്ലം പുഡിംഗ് മോഡൽ, റുദർഫോർഡ് മോഡൽ. നമ്മൾ ഇന്ന് ഇത് തന്നെ പറയുമ്പോൾ ഒരു സുഖമില്ലല്ലോ. പക്ഷേ ഈ വർഷം തൊട്ട് മാറുമായിരിക്കും, 4 ഇയർ കോഴ്സൊക്കെ വന്ന് പുതിയ ഇതൊക്കെ വരുമ്പോഴേക്കും. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞാൽ മാത്രമേ പറ്റുന്നുള്ളൂ. സോ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ക്ലാസ്സിനുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യത ക്ലാസ്സിന് പുറത്താണ്. സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇനി ഡിഗ്രിക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടോ? ഇനി ഡിഗ്രി ജോയിൻ ചെയ്യാൻ പോകുന്ന, ഡിഗ്രി എടുക്കണം എന്നുള്ള ഉണ്ട്. ഡിഗ്രി തന്നെ പഠിക്കാനാണോ അല്ലെ വേറെ എന്തെങ്കിലും പരിപാടിയാണോ? വേറെ പരിപാടിയാണ്. ഓക്കെ. ഇപ്പോൾ ഡിഗ്രി ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്നതിൽ നിങ്ങൾ ഡിഗ്രി എടുക്കുന്നതിൽ നിങ്ങൾക്കിപ്പം സപ്പോസ് നിങ്ങൾ എൻ്റെ ക്ലാസ്സിലാണ് വരുന്നത്, എൻ്റെ ക്ലാസ് കൂറ ക്ലാസ്സാണ്, ഇയാളുടെ ക്ലാസ്സിൽ ഇരുന്നൊരു പുണ്ണാക്കം കിട്ടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് ഇവിടെ ചേർക്കുക. എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം ഒരു നിർബന്ധമില്ല. അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന സംവിധാനം വരെ ഉണ്ട്. സോ നിങ്ങളുടെ പഠനകാലം, എൻ്റെയൊക്കെ ബ്രെയിനൊക്കെ ചത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ നല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. സോ ചത്തുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ എനിക്ക് ചെയ്യാമെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ നിങ്ങൾക്ക് കണ്ടു വണ്ടേഴ്സ്. സോ നിങ്ങൾക്ക് അത്രയും സാധ്യതകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 3 വർഷം, നിങ്ങളൊരു 3 വർഷം 4 വർഷമോ നിങ്ങൾ ഡിഗ്രി തീർക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ ആ 4 വർഷത്തിനുള്ള ആ ഡിഗ്രിയുടെ ഒപ്പം നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ഒട്ടനവധി സംഗതികളുണ്ട്. അത് നിങ്ങൾ പഠിക്കുന്നതിന് തന്നെ ഉപയോഗിക്കുക, പഠിച്ച് തന്നെ ചെയ്യുക. സോ ചിലപ്പോൾ ഒരു ഫുൾ ഓൺലൈനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മളെപ്പോഴും ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എപ്പോഴും പഠിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ മനുഷ്യരെ കാണുക, നമ്മുടെ സാമൂഹ്യപരമായ ജീവിതത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുതെന്നാണ് ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എല്ലാവരും ഓൺലൈൻ ഇരുന്ന് പഠിച്ചാൽ എന്ത് പറ്റും? ഓൺലൈൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇല്ലേ? അവരാരുടെയൊക്കെ ഫാൻസാണ്? അവരുടെ ഐക്കൺസ് ആരൊക്കെയാണ്? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഇടയ്ക്ക് കുറേ കോൺട്രവേഴ്സ്യൽ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? കുട്ടികളിൽ അത്രയേറെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയൊരു വ്യക്തി തൊപ്പി. യെസ്, കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഒരുപക്ഷെ തൊപ്പി അനുഭവിക്കുന്ന അതേ ഫ്രസ്ട്രേഷൻ ആ കുട്ടി വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവാം. അതിനെ മാറ്റേണ്ടത് ആ കുട്ടിയെ ഒരു പബ്ലിക് സ്പേസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ആ കുട്ടിക്ക് വേണ്ടത് മാതാപിതാക്കളും സമൂഹവും ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. ആൾക്കാരുടെ പ്രാന്ത്, മൊബൈൽ എടുക്കാൻ സമയമായി. കാരണം 30 സെക്കൻഡേ ഉള്ളൂ നമ്മുടെ അറ്റൻഷൻ സ്പാൻ അല്ലേ? 30 സെക്കൻഡല്ലേ ഉള്ളൂ. 30ഓ 15ഓ അത് കൂടുതൽ വലിയ പാടാണ്. അപ്പോൾ മൊബൈൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ മൊബൈൽ നോക്കുക. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ബോറടിക്കുന്ന സീൻ വന്നാൽ മൊബൈൽ എടുത്ത് നോക്കുക. അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, നല്ല സീൻ വരികയാണെങ്കിൽ തിരിച്ചു നോക്കുക എന്നുള്ളത്. അത്തരം സ്പേസിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തായിരിക്കും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്, ക്യാമ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾ കോളേജിൽ തന്നെ പോകണമെന്നല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു ഓഫ്ലൈൻ സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ തിരഞ്ഞെടുക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. സോ ഇത്രയാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിച്ചുള്ളത്. ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോഴും നമ്മുടെ നോട്ടീസിലായാലും ബ്രാക്കറ്റിൽ സിനിമാ നിരൂപകൻ, അധ്യാപകൻ എന്ന് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷേ അതല്ല, അതിനുമപ്പുറം ഒട്ടനവധി വിഷയങ്ങളിൽ അറിവുള്ള വ്യക്തിയാണ് എന്ന്, വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഒരുപാട് താല്പര്യമുള്ള, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം ആരായാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നൻപകൽ നേരത്ത് മയക്കം പോലുള്ള സിനിമകൾ, പരീക്ഷണ സിനിമകൾ ചെയ്യാനായിട്ട് ഇന്ന് ധൈര്യം കാണിക്കുന്നുണ്ട് മലയാള നടീനടന്മാർ. അല്ലെങ്കിൽ ആടുജീവിതം പോലെ അത്രയും വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ കാത്തിരിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ തയ്യാറാകുന്നുണ്ട്. ഫഹദ് ഫാസിൽ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, മലയാള സിനിമ പുതിയതായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്തോണം. കാരണം ഡയലോഗൊന്നുമില്ലാതെ അല്ലെങ്കിൽ സംഭാഷണങ്ങളില്ലാതെ എന്തെങ്കിലും സിനിമകൾ ചെയ്യുക, അങ്ങനെയുള്ള പുതുപുത്തൻ സാധ്യതകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്തോണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി ഫഹദ് ഫാസിൽ. അപ്പം പൊതുവെ പറയപ്പെടുന്ന ഒരു കാലമാണ് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം അല്ലെങ്കിൽ ഏറ്റവും നല്ല കാലഘട്ടം ഇപ്പോഴാണ് എന്നുള്ളത്. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് തോന്നുന്നത്? മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടം ഇതാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം ഇതാണ് എന്ന്, ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന്? വേറൊരു ഫേസിൽ മേ ബി കളക്ഷൻ വൈസ് അല്ലേ, സാമ്പത്തികമായിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഉണ്ട്. അതിന് കൂടെ തന്നെ പക്ഷേ ടെക്നോളജിയുടെ വരവ് കൊണ്ട് നമ്മുടെ സിനിമകൾക്ക് മറ്റ് ദേശങ്ങളിൽ കൂടെ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ എല്ലാ കാലത്തും നോക്കിയാലും നമ്മുടെ മലയാളികളുടെ ടെക്നീഷ്യൻസിനെ വെല്ലാനുള്ള ആരും ഉണ്ടായിട്ടില്ല. നമ്മൾ സന്തോഷ് ശിവൻ ഈ അടുത്ത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടിയ അംഗീകാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ദിവ്യപ്രഭയും കനീ കുസൃതി അഭിനയിച്ച സിനിമയ്ക്ക് കിട്ടിയതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ ഏതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച്? മലയാളത്തിലെ ഏറ്റവും മികച്ച, ഞാൻ ചോദിക്കുമ്പോൾ അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചെന്ന് ചോദിക്കാം.
എങ്കിലും ഞാനത് ചുരുക്കി മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ ഏതാണ്? പറഞ്ഞോ. പരിണയം. ഓക്കെ. ഹരിഹരൻ MTയുടെ സ്മാർത്ത വിചാരം വിഷയമായിട്ടുള്ള സ്ത്രീപക്ഷ സിനിമയാണ്. ഗംഭീര സിനിമയാണ് തീർച്ചയായിട്ടും. വേറെ ഏതെങ്കിലും? ഹൗ ഓൾഡ് ആർ യു? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, 22 ഫീമെയിൽ കോട്ടയം. ഓക്കെ, ഏതാണ്? ഓക്കെ, ഫൈൻ. ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ സ്ത്രീപക്ഷ സിനിമകൾ എന്ന നിലയിൽ ഏറിയും കുറഞ്ഞും ഞാൻ അംഗീകരിക്കുന്നു. നല്ല കാരണം ഞാൻ പറയാം എന്താണ് ഏറിയും കുറഞ്ഞു എന്നുള്ളതിൻ്റെ. മലയാളത്തിലെ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ സറ്റയർ ഏതാണെന്നറിയോ? സന്ദേശം, പഞ്ചവടിപ്പാലം. ഓക്കെ, ഞാനും അംഗീകരിക്കുന്നത് പഞ്ചവടിപ്പാലമാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലർ മെമ്മറീസ്. ദൃശ്യം ആരും പറഞ്ഞില്ലല്ലോ. ദൃശ്യം അതന്നെ. യവനിക. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? അപരൻ ഒരു ക്രൈം ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ, അങ്ങനെയൊക്കെ പറയാം. ഫൈൻ. ഉത്തരം. ഓക്കെ, മുഖം. ഫൈൻ. നിങ്ങളപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ജനറേഷനിലും സിനിമ കാണുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ ആദ്യം ചോദിച്ചതിലേക്ക് വരാം. മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ, ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഏറിയും കുറഞ്ഞും എന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. എല്ലാ സിനിമകളും എടുത്ത് പറയുന്നില്ല. ഉദാഹരണത്തിന് ആരോ പറഞ്ഞു ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ പറഞ്ഞു. ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ സ്ത്രീപക്ഷ സിനിമയായി മാറുന്നത് ആ സ്ത്രീ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ അച്ചീവ് ചെയ്യാത്ത സ്ത്രീകൾക്കിവിടെ അവരുടെ കഥയ്ക്കോ അവരുടെ ജീവിതത്തിനോ വിലയില്ലേ? തിരിച്ച് അങ്ങനത്തെ ഒരു ചോദ്യം, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഹൗ ഓൾഡ് ആർ യു മോശം സിനിമയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. സ്ത്രീ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് സ്ത്രീപക്ഷ സിനിമയാവുന്നുള്ളൂ, സ്ത്രീയുടെ സിനിമയാവുന്നുള്ളൂ എന്നൊരു ചോദ്യം അവിടെ നിൽക്കണം. ആ ഘട്ടത്തിൽ നമുക്ക് അതിനേക്ക് കവച്ചു വെക്കുന്ന ഒരു സിനിമയുള്ളത്, നിങ്ങൾ അദ്ദേഹത്തിന്റെ ബാക്കി സിനിമകളൊക്കെ ഓർക്കുന്നുണ്ട്. യവനിക ഓർത്തിട്ടുണ്ട്, പഞ്ചവടിപ്പാലം ഓർത്തിട്ടുണ്ട്, ഇരകൾ ഓർത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരാൾ ഞാൻ ചോദിച്ചില്ലായിരുന്നു, ഓർക്കുന്നുണ്ടാവാം. കഥയ്ക്ക് പിന്നിൽ, യാത്രയുടെ അന്ത്യം. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ഈ വർഷമാണ്. കഴിഞ്ഞ കുറച്ച് ആളുകൾക്കിടയിലാണ് അദ്ദേഹം നമ്മെ വിട്ടു പോയത്. KG ജോർജ്, ആദാമിൻ്റെ വാരിയൽ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും കാണേണ്ടുന്ന ഒരു സിനിമയാണ്. 3 സ്ത്രീകളുടെ ജീവിതം 3 കാറ്റഗറിയാണ്, 3 ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെയുള്ള സ്ത്രീകളുടെ ജീവിതമാണ്. ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അല്ലെങ്കിൽ ആദാമിൻ്റെ വാരിയലിൻ്റെ ക്ലൈമാക്സ് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് കാണാം. ഇമേജിൽ എന്താണെന്നറിയോ? അതിലെ നായിക ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും എനിക്ക് തോന്നുന്നു ക്യാമറാമാൻ രാമേന്ദ്ര ബാബുവാണ്, രണ്ടുപേരെയും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. അതായത് ഈ സിനിമ എടുക്കുന്നവരുടെ ഫ്രെയിമിൽ പോലും ഉൾക്കൊള്ളാൻ നിൽക്കാതെ അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ഇതിലേക്ക് ഓടിപ്പോകുന്നതാണ്. യു ഷുഡ് വാച്ച് ദാറ്റ്. എനിക്കതിൻ്റെ കൂടെ ഈ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്, മറ്റൊരാൾ എന്ന് പറയുന്ന സിനിമകൾ കേട്ടിട്ടുണ്ടോ? CV ബാലകൃഷ്ണൻ തിരക്കഥ എഴുതി KG ജോർജ് തന്നെ സംവിധാനം ചെയ്തതാണ്. അഭിനയിച്ചിരിക്കുന്നത് കരമന ജനാർദ്ദനൻ നായർ, സീമ, മമ്മൂട്ടി, ഉർവശി, മുരളിയൊക്കെയാണ്. ആ സിനിമയിൽ ഒരു വലിയ പ്രമാണിയായ നായർ കുടുംബത്തിൽ വളരെ ഉത്തമനായ ഗൃഹനാഥൻ എന്ന് പറയാറില്ലേ? എന്ന് വെച്ചാൽ എന്താ? മദ്യപാനമില്ല, പുകവലിയില്ല, രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, കുട്ടികളെ ആഴ്ചയിൽ ഒരിക്കൽ ബീച്ചിൽ കൊണ്ടുപോകുന്നു. പഴയ കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം, അതായത് ഒരു കുഴപ്പമില്ല, അദ്ദേഹം 2 കുട്ടികളുണ്ട്, മാന്യമായിട്ട് കുടുംബം നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോകുന്നു. ഇതാണ് കഥയുടെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ആ സിനിമ സംസാരിക്കുന്നത്, നമ്മളെല്ലാം പ്രണയ സിനിമകളൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ സിനിമ അവസാനിക്കുന്നത് എവിടെയാണ്? മിക്കവാറും പ്രണയ സിനിമകളുടെ നല്ല എൻഡിങ് ആണെങ്കിൽ, ശുഭാന്ത്യമാണെങ്കിൽ അവസാനിക്കുന്നത് എന്തായിരിക്കും? നായകനും നായിക ഒന്നിക്കുന്നു അല്ലേ? ഈ നായകനും നായിക ഒന്നിച്ചതിന് ശേഷമുള്ള പ്രണയത്തെ നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ സിനിമ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദാമ്പത്യത്തിലെ പ്രണയമാണ്. ഈ പ്രണയമില്ലാത്ത ദാമ്പത്യം എന്ന് പറയുന്നത് ശോകമായ അവസ്ഥയാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം വന്നുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. മറ്റൊരാൾ എന്ന് പറഞ്ഞ സിനിമയും യൂട്യൂബിലുണ്ട്, ഈ സിനിമയൊക്കെ കാണാവുന്നതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടന്റ് വൈസ് നമ്മൾ അന്ന് KG ജോർജും അരവിന്ദനും MTയും ഒക്കെ കൊണ്ടുവന്ന അത്രയും പൊളിറ്റിക്കലായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള കണ്ടന്റിനെ വെല്ലുന്ന കണ്ടന്റുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കണ്ടന്റ് വൈസ് അത്രയും ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ടൊരു സുവർണ്ണ കാലഘട്ടം എന്നത് ആക്സെപ്റ്റൻസ് വൈസ് നമുക്ക് പറയാം. ഇന്നാണ് KG ജോർജിൻ്റെ കാലത്ത് ഇത്രയും ടെക്നോളജി ഉള്ള സമയത്താണെങ്കിൽ KG ജോർജിൻ്റെ എല്ലാ സിനിമകളും വലിയ ഹിറ്റായി പോയേനെ. പക്ഷേ മിക്കവാറും സിനിമകൾ അദ്ദേഹത്തിന് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ ആ 80s 90s തുടക്കം വരെയുള്ള കാലഘട്ടമാണ് കുറേ കൂടെ ഗംഭീരമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് വൈസ്
കണ്ടൻറ്റ് വൈസ് ഗംഭീരമാണ്. ഇപ്പം നമുക്ക് ടെക്നോളജി വൈസ് അത്രയും മികച്ച സാധനങ്ങളുണ്ട്. പക്ഷേ ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർ പൊളിറ്റിക്സ് ഒക്കെ ചർച്ച ചെയ്യുന്നതിൽ കുറേ കൂടെ ബെറ്റർ മുമ്പായിരുന്നു. എന്ന് വെച്ചാൽ ഈ വർഷം തന്നെ ഇപ്പോൾ ആട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ഭീകര സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റുകൾ വരുന്നുണ്ട്, ഗംഭീരമായിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് മുമ്പേ ഉള്ള മേ ബി ജനറേഷൻ ഗ്യാപ്പ് ആയിരിക്കാം, പ്രായമായില്ലേ. ഇപ്പോൾ സിനിമയായിട്ട് തന്നെ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരള സ്റ്റോറി പോലെയുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ വ്യാപകമായിട്ട് ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് പല ഭാഷകളിലും പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പലതിനും കേരളത്തിൽ പ്രാധാന്യം ലഭിക്കുന്നില്ലെങ്കിൽ പോലും മറ്റു പല സ്ഥലങ്ങളിലും അതിന് പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ പല മൂവി റിവ്യൂവേഴ്സും കേരള സ്റ്റോറി കാണുകയും അതിൻ്റെ റിവ്യൂ അവരുടെ ചാനലിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് സാറിൻ്റെ റിവ്യൂസ് കണ്ടിട്ടില്ല. ഇനി ഞാനത് കാണാത്തതാണെങ്കിൽ സാറിൻ്റെ അവസരത്തിൽ തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം പക്ഷേ അതല്ല. ഇപ്പോൾ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ അതിനെ റിവ്യൂ ചെയ്ത് അതിനെ കീറിമുറിക്കുകയും അതിനെ വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുകയുമാണോ ചെയ്യേണ്ടത്, അതോ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛിച്ച് കളഞ്ഞ് അതിനാവശ്യമില്ലാത്ത ഒരു പബ്ലിസിറ്റി നൽകാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഏത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ ചോദ്യം കുറച്ചുകൂടെ പേഴ്സണലാണ്. ഞാൻ ആ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഔദ്യോഗിക പൊസിഷൻ വെച്ച് എനിക്ക് അത്തരം കോൺട്രവേഴ്സ്യൽ സാധനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതിലൊന്നും പെടാത്ത ചുരുളി എന്ന സിനിമയെക്കുറിച്ച് ഞാൻ നടത്തിയൊരു പരാമർശം തന്നെ എനിക്കെതിരെ തിരിഞ്ഞു നോത്തിയിട്ടുണ്ട്, പബ്ലിക് സ്പേസിലല്ല, പേഴ്സണൽ ലൈഫിൽ. അതുകൊണ്ട് ഞാൻ അത്തരം വലിയ കോൺട്രവേഴ്സികളെ ഞാൻ മുമ്പ് ലക്ഷദ്വീപിൻ്റെ ഇഷ്യൂയൊക്കെ വന്നപ്പോൾ ഞാൻ വാദോരാതെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൽ അതിനിപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്നല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതെൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ എൻ്റെ അല്ല, പല ആൾക്കാരുടെയും അങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉണ്ടാവാം. ഈ ചോദ്യത്തിൽ അടുത്ത ഘട്ടത്തിൽ ഇപ്പം ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ മുസോളിനിയെ കുറിച്ച് നേരത്തെ സംസാരിച്ച് പറഞ്ഞിരുന്നല്ലോ അല്ലേ? മുസോളിനിയുള്ള ഹിറ്റ്ലർ മുസോളിനി കേട്ടിട്ടില്ലേ? വേൾഡ് വാറിൻ്റെ സമയത്ത് രാജ്യം മൊത്തം പല ഘട്ടങ്ങളിലൂടെ നടന്നു പോകുമ്പം ഈ ഹിറ്റ്ലറിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഈ വാർ പ്രൊപ്പഗണ്ട സിനിമകൾ ഉണ്ടാക്കാൻ തന്നെ ഫണ്ടിറക്കുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ മുസോളിനി ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: മുസോളിനി വാർ പ്രൊപ്പഗണ്ട സിനിമകളൊന്നും വേണ്ട. ഒയ്യോ, നമ്മളെന്താ വിചാരിക്കുക? മുസോളിനി എവിടെയാ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ? അയ്യോ, അയാൾ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു, സിനിമയ്ക്ക് വേണ്ടി അയാൾ വാർ പ്രൊപ്പഗണ്ട സിനിമകൾ വേണ്ടാന്ന് പറഞ്ഞു. അടുത്ത സെൻറ്റൻസ്: സിനിമ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രാജ്യത്തെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല, ക്രൈം കാണിക്കാൻ വേണ്ടി പറ്റില്ല, സെക്ഷുവാലിറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പറഞ്ഞു. സോ ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് ബാൻ. വാർ പ്രൊപ്പഗണ്ട സിനിമ ഉണ്ടാക്കണ്ടെന്ന് മാത്രം പറഞ്ഞതേ നമുക്ക് എന്തുള്ളൂ, പോസിറ്റീവായിട്ടുള്ളൂ. നിങ്ങൾ പ്രൊപ്പഗണ്ട സിനിമ ഉണ്ടാക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു കുറ്റവും നമ്മുടെ ദേശത്തെക്കുറിച്ചൊന്നും പറയരുത്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വളരെ പോളറൈസ്ഡ് ആണ്, ആൾക്കാർ വളരെ പോളറൈസ് ആവുന്നതിൻ്റെ ഇപ്പോൾ ഈ ഗ്യാങ്സ്റ്റർ സിനിമകളുടെ ഉദയത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര ഡിപ്രഷനും ഇതൊക്കെ വന്നു. ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് പോയപ്പം ഈ ഗ്യാങ്സ്റ്റേഴ്സ് സാധാരണ വരുന്നത് എവിടെ നിന്നാണ്? ഗ്യാങ്സ്റ്റേഴ്സ് പൊട്ടിമുളക്കുന്നത് എവിടെ നിന്നാണ്? വളരെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും അല്ലേ? എവിടെ നിന്നാണെന്ന് പറഞ്ഞേ? മുംബൈ. അതെ, മുംബൈയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുംബൈയെ കുറിച്ച് ആദ്യം കഴിച്ച ഡയലോഗ് എന്താണെന്നറിയോ? ഒരു രാത്രി കൊണ്ട് ധാരാവിയെ മൊത്തം ഒഴിപ്പിച്ച ജഗന്നാഥനെ കുറിച്ചാണ് അല്ലേ? പക്ഷെ മുംബൈയുടെ ഒറിജിനൽ ലൈഫ് കാണാൻ പിന്നെയും കാലങ്ങൾ വേണ്ടി വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വെട്രിമാരനല്ല പാരഞ്ജിത്തിൻ്റെ കാലമൊക്കെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മുംബൈയുടെ ഒരു ലൈഫിനെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിൽ പിന്നെയും കുറേ വന്ന ശേഷമാണ് നമ്മുടെ മുംബൈയുടെ ലൈഫ് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടേറിയതാണ് അവരുടെ ജീവിതം എന്നുള്ളത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഗ്യാങ്സ്റ്റർ എന്തായാലും വരുന്നത് എവിടെ നിന്നാണ്? വളരെ ബുദ്ധിമുട്ടുള്ള ഇടത്താണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള കഥാപാത്രത്തെ കൊണ്ടുവന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഗ്യാങ്സ്റ്റർ സിനിമകൾ എന്ന് പറയുന്നത്. സോ ആൾക്കാർ ഇങ്ങനത്തെ ഒരു പോളറൈസ് സിറ്റുവേഷനിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആദ്യം നമ്മൾ മതം ഏതാന്ന് നോക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താ പറയുക? ഞാനിപ്പോൾ സപ്പോസ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു, വെറുതെ വളരെ ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വളരെ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഞാൻ പറയുകയാണ്, ആരാ ഇപ്പോൾ പറയാം, BJP-യിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള പ്രധാനമന്ത്രി വേണ്ട, നമുക്ക് കേരളത്തിലുള്ള സുരേഷ് ഗോപി. ഓക്കെ, വെരി ഗുഡ് എക്സാമ്പിൾ. ഞാൻ പറയുകയാണ്, സുരേഷ് ഗോപി നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സുരേഷ് ഗോപി ഒരു ഗംഭീര മനുഷ്യനാണ് എന്ന ഒറ്റ വാക്ക് മതി. അപ്പം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എന്തായി? ഞാൻ ആരായി? സംഖ്യയായി. അടുത്ത ഘട്ടത്തിൽ ഞാൻ വേറെ സ്ഥലത്ത് പറയുകയാണ്, ഇതേ സർക്കിളിൽ തന്നെ ഞാൻ വേറൊരു സംസാരം കഴിഞ്ഞ് വരുമ്പം അയ്യോ ഇപ്പോഴത്തെ കേരള സർക്കാർ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് പാവപ്പെട്ടവർക്കൊക്കെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്, അയ്യടാ കമ്മിയായി, അവൻ്റെ ചാട്ടം കണ്ടോ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഒരു അഭിപ്രായത്തെ
അല്ല നമ്മൾ വിശകലനം ചെയ്യുന്നത്. അഭിപ്രായം പറഞ്ഞത് ഏത് കോണ്ടക്സ്റ്റിലാണ്, അഭിപ്രായം ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറൈസ് ചെയ്യുമ്പോഴേക്കും എന്തായി? സംഖ്യയായി. നമുക്ക് പേരില്ല. പിന്നെ സംഖി, പിന്നെ എന്താണ്? കൊങ്ങി, കമ്മി, പിന്നെ കുറച്ചുകൂടെ പോയാൽ അതെ സുഡാപ്പി, ജിഹാദി അല്ലേ? ഇവരുടെ പേര് പോലും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ പേര് സുധീഷാണ്, ഇവൻ ഇങ്ങനെ ആവുമെന്നൊന്നും അങ്ങനത്തൊന്നുമില്ല. അഭിപ്രായം കൊണ്ട് മാത്രം നമ്മളിങ്ങനെ പോളറൈസ്ഡ് ആയിപ്പോയി. ആ പോളറൈസ്ഡ് സിറ്റുവേഷനെ ഏറ്റവും നല്ല രീതിയിൽ മുതലെടുക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ ഇലക്ഷൻ എന്തോരം ബയോപിക്കുകളാണ് വന്നത്. ഈ ഇലക്ഷന് നമ്മൾ കേരള സ്റ്റോറി മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. കേരള സ്റ്റോറി അല്ലാതെ തന്നെ എത്രയോ ബയോപിക്കുകൾ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് അത്രത്തോളം സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. സിനിമയിൽ കാണുന്നതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം Z5-ൽ ഇതിൻ്റെ പരസ്യം കാണിക്കുമല്ലോ യൂട്യൂബിൽ. അപ്പോൾ ശരിക്കും നടന്ന കഥയാണ് ഇത്, നിങ്ങളെന്താ കാണാത്തതെന്ന് ചോദിച്ചിട്ടാണ് കേരള സ്റ്റോറിയുടെ കഥ വെക്കുന്നത്. തിയേറ്ററിൽ ആ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിലും OTT എത്തുമ്പോഴേക്കും ഈ പോളറൈസ്ഡ് മൈൻഡുള്ള ആൾക്കാരുണ്ടാവും. പോളറൈസ്ഡ് മൈൻഡ് വെച്ചാൽ ഭൂരിപക്ഷമാണ് നമ്മൾ പറയുന്ന 90%. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഉദാഹരണത്തിന് ഞാൻ ഈ കോണ്ടക്സ്റ്റ് തന്നെ പറയുകയാണ്, മുസ്ലിം ആയിട്ടുള്ളൊരു ഒരാളോട് എന്തെങ്കിലും ഒരു വ്യക്തി വിദ്വേഷമോ അയാളുടെ ലൈഫിൻ്റെ എന്തെങ്കിലും കാരണമോ ചെറിയ ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് കാണും? ഇത് കണ്ടിട്ട് വിചാരിക്കും, കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നുള്ള രീതി വരും. നമ്മളങ്ങനെയല്ലേ? ഇതിന് മുമ്പെടുത്ത സിനിമയായിരുന്നു, ഏതായിരുന്നു അദ്ദേഹം? കാശ്മീർ ഫയൽസ് അല്ലേ? കാശ്മീർ ഫയൽസ് വലിയ ഹിറ്റാവാൻ കാരണം എന്തായിരുന്നു? ഇത് ആൾക്കാർ വിശ്വസിച്ച് ഇത് അതിൽ സത്യമില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അത് രണ്ട് വശങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഡോക്യുമെൻ്ററി അല്ല പറയുന്നത്, നിങ്ങളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വശം പരാമർശിക്കണം. പക്ഷേ കേരള സ്റ്റോറി ഇത്രയും വലിയ OTT ഹിറ്റാവാനുള്ള കാരണം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഭാഗ്യത്തിന് നമുക്ക് ആ സമയത്ത് 2018 കേരളത്തിൽ റിലീസായിരുന്നതുകൊണ്ട് നമുക്ക് ട്രൂ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. കേരള സ്റ്റോറികൾ ഇനിയും വരും. ഇനി കൂടുതൽ വിദ്വേഷകരമായ അവസ്ഥയിലേക്കായിരിക്കും സിനിമ പോകുന്നത്. നമ്മൾ ഇതുവരെ ചിലപ്പം വിജയിനെ ജോസഫ് വിജയ് എന്നിടത്തും വരെയും, കമലിനെ കമാലുദ്ദീനും, മമ്മൂട്ടി വൈകാതെ PI മുഹമ്മദ് ഊട്ടിയാവും. എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ ഒറിജിനൽ പേരുകളിലേക്കും അവരുടെ ജാതിയിലേക്കും മതത്തിലേക്കും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ജൂൺ 4 അറിയാം ഇതിനെന്തെങ്കിലും ഒരു ചെറിയ ബ്ലോക്കോ ഒരു ഡൈവേഷനോ ഒരു ടേണോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത്. വി ഹോപ്പ്. ഇത്രയേ ഉള്ളൂ. സിനിമ അവാർഡുകൾ നോക്കിക്കോളൂ നിങ്ങൾ. ഇനി വരാൻ പോകുന്ന അവാർഡുകളെ കുറിച്ച് നോക്കിക്കോ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പൊസിഷൻസ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പൊസിഷൻസിനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കോളൂ. വരാൻ പോകുന്നതൊക്കെ ഇത്തരം ദേശീയ തലത്തിൽ വരാൻ പോകുന്നതൊക്കെ ഇത്തരം പൊളിറ്റിക്കലി ഡ്രിവൺ ആയിട്ടുള്ള, കേരള സ്റ്റോറിക്ക് ചിലപ്പോൾ മികച്ച, എനിക്കൊന്ന് കാശ്മീർ ഫയൽസിന് എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നോ, ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു ദേശീയോദ്ഗ്രഥന ചിത്രം എന്ന രീതിയിലൊക്കെ വന്നേക്കാം. അതെ. പിന്നെ നിങ്ങൾ മുമ്പത്തെ ദേശീയോദ്ഗ്രഥന സിനിമകളൊക്കെ എടുത്ത് നോക്കണം, ഏതൊക്കെ സിനിമകൾക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നിർമാല്യം നമുക്കിപ്പോൾ എടുക്കാൻ പോലും പറ്റില്ല. എടുക്കാൻ പോയിട്ട് നമുക്കൊരു സ്ഥലത്ത് പബ്ലിക് സ്പേസിൽ കാണിച്ചാൽ തന്നെ പ്രശ്നമാകും എന്നുള്ള അവസ്ഥയിലാണ് നിർമാല്യത്തിൻ്റെ നിൽക്കുന്നത്. നമുക്ക് അത്തരം സംസാരിക്കാനുള്ള എല്ലാ സ്പേസും പോവുകയാണ്. അതിനെ മുതലെടുക്കുന്ന, ഒരുപക്ഷെ കല എന്ന മാധ്യമത്തെ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒട്ടനവധി ഫിലിം മേക്കേഴ്സ് ഇന്ത്യയിലുണ്ട്. ഒരു കണക്കിന് കേരളം കുറേ കൂടെ മെച്ചമാണ്. കാരണം ഒരു കാലത്ത് കേരളത്തിൽ വിട്ടുകൊണ്ടിരുന്ന പൊളിറ്റിക്കൽ സംഗതികളെല്ലാം ഇപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർ അത്ര രീതിയിലൊന്നും സ്വാധീനിക്കുന്നില്ല. ഞാനത് ഉദാഹരണമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൽ വളരെയധികം വിജയിച്ച രാഷ്ട്രീയ സംഗതികളുടെയോ അല്ലെങ്കിൽ അത്തരം കഥകളുടെയോ ഒന്നും പുതിയ തലമുറയിലേക്ക് അത്രയൊന്നും വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായിട്ടണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി നിങ്ങൾക്കും എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. നമസ്കാരം സാർ, എൻ്റെ പേര് ആദർശ്. ഞാൻ തിരുവനന്തപുരത്ത് MG കോളേജ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. സാറ് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു മൺസൂൺ മീഡിയ തുടങ്ങിയ സമയത്ത് ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല എന്ന്. എന്നാൽ ഞാൻ സാറിനെ കണ്ടോടെ ആദ്യം തിരിഞ്ഞ് നോക്കിയിട്ടുണ്ട്. കാരണം എന്തായാലും സാറിന് അറിയായിരിക്കും, സാർ പഠിപ്പിച്ച കോളേജാണ്. പക്ഷെ എനിക്ക് സാറിന് മനസ്സിലായിട്ടില്ല. സാറിന് എവിടെയോ കണ്ട മുഖമുണ്ട്, നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് രാത്രി തന്നെ വീട്ടിൽ പോയപ്പോൾ തന്നെ എനിക്ക് കിട്ടി മൺസൂൺ മീഡിയ സാറാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഓൾറെഡി ചോദിച്ചു, മോഡറേറ്റർ ചോദിച്ചു, കേരള സ്റ്റോറിയുടേതായിരുന്നു. ഇനിയിപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ സാറിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സാറ് ഇപ്പം കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സാർ ഇനി ഭാവിയിൽ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഏത് ജോണറിലുള്ള ഒരു സിനിമയായിരിക്കും സാറ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും അതിനകത്ത് ഇൻവോൾവ് ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള ജോണറിലെ സിനിമയായിരിക്കും? തീർത്തും പേഴ്സണലാണ്. എനിക്ക് കുറേ കൂടെ ത്രില്ലറുകളാണ് ഇഷ്ടം. ത്രില്ലറുകൾ കുത്തിയിരുന്ന് കാണുക, എന്നിട്ട് അതിലെ വീണ്ടും കാണുക,
എന്നിട്ട് അതിലെ കേസ് അന്വേഷണത്തിലെ കുറ്റം എന്താണെന്ന് കണ്ടുപിടിക്കുക, വീണ്ടും കാണുക. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഹോബി. ഇപ്പം അത്ര സമയം കിട്ടാത്തതുകൊണ്ടാണ്. അത് വേറെ കാരണം കൂടിയുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഫോറൻസിക് സയൻസ് കുറേ കൂടി ഇഷ്ടമുള്ളതുകൊണ്ടും ഉമാത്ത സാറിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് ക്രൈസ് ആയതുകൊണ്ടും എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ തീർക്കുന്നത് ത്രില്ലർ സിനിമകൾ കണ്ട് ഒരു തവണ കാണുമ്പോൾ നമുക്ക് അത്ര ക്ലിക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ കഥയിൽ അത്ര ഇൻവോൾവ് ആവുന്നില്ല. അടുത്ത പ്രാവശ്യം നമുക്കറിയാം ഇവിടേക്കാണ് വരാൻ പോകുന്നത്, അപ്പോൾ ഇവിടെ ഇത് ചെയ്യേണ്ടതല്ലേ. അങ്ങനെ ത്രില്ലറായിരിക്കും തീർച്ചയായിട്ടും. എൻ്റെ പേര് സലാഹ്. ഞാൻ മലപ്പുറം മഞ്ചേരി അടുത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ മലയാള സിനിമയിൽ റിവ്യൂവേഴ്സ് അടക്കം അനേകം പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നതിൻ്റെ പേരിൽ ഈ ഫിലിമിൻ്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന്, പ്രൊഡ്യൂസേഴ്സിൻ്റെയും അതിൽ വർക്ക് ചെയ്യുന്ന ഫീൽഡിലുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നിറയെ വധഭീഷണി ഉൾപ്പെടെ കുറേ നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത്? ഇതിൽ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യുമ്പോഴും ഞാനൊരു റിവ്യൂവർ ആണ് എന്ന് പറയുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. റിവ്യൂ എന്ന് പറയുമ്പോൾ ഒറിജിനൽ, ഇപ്പം നിങ്ങൾ CS വെങ്കടേശൻ സാറിൻ്റെ ഒക്കെ റിവ്യൂസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് സിനിമ എടുക്കുന്നതിനേക്കാളും പണിയുള്ള കാര്യമാണ്. അതായത് അതിനെ ഇഴകീറി അതിൻ്റെ സത്തെടുത്ത് പുറത്തിട്ട് ചെയ്യുന്ന പുതിയ, അതായത് സിനിമ കണ്ട ഒരാൾക്കും ആ റിവ്യൂ വായിച്ചു കഴിയുമ്പം ഇതിന് ഇങ്ങനൊരു അർത്ഥതലമുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ നമുക്ക് കിട്ടണം. അതാണ് ഒറിജിനൽ റിവ്യൂ എന്ന് പറയുന്നതിനെ ജനറലി നമ്മൾ പറയുന്ന ടേം വെച്ചുകൊണ്ട് നിരൂപണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഭിപ്രായ പ്രകടനം എന്ന് പറയാം. പക്ഷേ അഭിപ്രായ പ്രകടനം എന്ന് ഇംഗ്ലീഷിലേക്ക് എഴുതി കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. റിവ്യൂ എന്നുള്ളതാണ് കോമൺ ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പുതിയ കാലത്ത് ആ സാധനത്തെ റിവ്യൂ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ FBയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഇട്ട് പറയുന്നു ഇതുപോലൊരു കൂറപ്പടം ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവും അതിനായിരിക്കും. അതിന് പകരം ആ പോസ്റ്റ് ഇട്ടിട്ട് ഒരാൾ വളരെ വിശദമായിട്ട് അതിലൊരു സീനിനെ കുറിച്ച് എഴുതാമെന്ന് വിചാരിച്ചു. ആര് വായിക്കാൻ പോകണം? ഫാസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഒരു അഭിപ്രായമാണ്. കിടിലം പടം, ഇതുപോലത്തെ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടില്ല. ഒരു സെൻറ്റൻസ് കൊണ്ട് തീരുന്നതിനെയും ആൾക്കാർ റിവ്യൂ എന്ന രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ റിവ്യൂ അതിൻ്റെ മെറിറ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. റിവ്യൂ അതിൻ്റെ മെറിറ്റിൽ വരണമെങ്കിൽ നമുക്ക് സിനിമ ഇറങ്ങിയ ഉടനെ നമുക്ക് പറ്റില്ല. കാരണം ആ സിനിമയെക്കുറിച്ച് നമ്മൾ വീണ്ടും കണ്ട് ആ സിനിമയെ കുറേ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ 1 2 തവണ ചിലപ്പോൾ കാണേണ്ട സിനിമകളുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പം റിവ്യൂ എന്ന സ്ഥാനത്ത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വളരെ വ്യാപകമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലയാള സിനിമ 5 മാസം കൊണ്ട് 1000 കോടി നേടിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീണ്ടും സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണ്. ആൾക്കാരത് കണ്ടിട്ടൊക്കെ കുറച്ചെങ്കിലും സിനിമയുടെ വിജയ പരാജയങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നായപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതാണ്. ശരിക്കും അവരുടെ പ്രൊഡക്റ്റിൽ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടുള്ള മാത്രമാണ്. ഞാൻ അങ്ങനെ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഒരു ബ്രീത്തിങ് സ്പേസ് കിടന്നോട്ടെ. കാരണം ഇനി ആ സിനിമ നശിച്ചു എന്നൊരു കുറ്റം കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. അല്ലാണ്ട് തന്നെ കുറേ പാപങ്ങളുണ്ട് എന്നുകൊണ്ടായിരിക്കാം. പക്ഷേ അന്നത്തെ ദിവസം പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുകളൊന്നുമില്ല. അന്നത്തെ ദിവസം പറയുന്നവർക്ക് അന്നത്തെ ദിവസം പറയാം. ഇവരുടെ പ്രൊഡക്റ്റ് ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ സോഷ്യൽ മീഡിയ റിവ്യൂസൊക്കെ നോക്കുന്നതാണെങ്കിൽ ആദ്യത്തെ ദിവസം വളരെ വ്യാപകമായിട്ട് നെഗറ്റീവ് റിവ്യൂ വന്നൊരു സിനിമയാണ്. ഇൻ ദ സെൻസ് അതിൽ റിവ്യൂ വരേണ്ടത് ഒറിജിനലി വരേണ്ടത് തന്നെയാണ്. പുലിമുരുകൻ കണ്ടിട്ടില്ലേ? നമിതയുടെ ഒരു കഥാപാത്രമുണ്ട്, ഓർമ്മയില്ലേ? അപ്പം പ്യുവർലി സ്ത്രീയെ ഒബ്ജക്റ്റായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഒരു ഉപഭോഗ വസ്തു എന്ന രീതിയിൽ മാത്രം കണ്ടു എന്ന രീതിയിൽ വളരെ വ്യാപകമായിട്ട് സീരിയസ് ആയിട്ട് ആ സിനിമയെ ക്രിറ്റിസൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ സിനിമ വലിയ വിജയമായി മാറി. അത് വേറൊരു മെറിറ്റ് കൊണ്ടാണ്. ഒരു പക്ഷേ അതിലെ ആക്ഷൻ സീക്വൻസുകളോ മോഹൻലാലിനെ അങ്ങനെ വീണ്ടും കാണുന്നുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു കൂച്ചുവിലങ്ങാണ്. നിങ്ങൾ സിനിമയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുകയും അതേ സിനിമ മോശമാണെന്ന് അഭിപ്രായം പറയുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതും പ്രശ്നമാണ്. നല്ല സിനിമകൾ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഡിഗ്രേഡിങ് ഉണ്ടായിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആട്ടം എന്ന് പറയുന്ന സിനിമ എല്ലാവരും നല്ല പറഞ്ഞല്ലേ, ആ സിനിമ ഒരു വലിയ ഹിറ്റായി മാറണ്ടേ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ പെരുമാനി മിക്ക ആൾക്കാരും നല്ല അഭിപ്രായം പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. പക്ഷേ ആ സിനിമ 1 ആഴ്ച കൊണ്ട് തിയേറ്റർ വിട്ടില്ലേ. സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു അഭിപ്രായം പറയുന്നു. പിന്നെ അഭിപ്രായം പറയുന്നതിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു ഗിവ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാനൊരു സാധനത്തെ വിമർശിക്കുമ്പോഴും ഞാൻ ഒരാളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ വിമർശിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മാന്യമായിട്ട് നല്ല ഭാഷയിൽ, പക്ഷേ ഷാർപ്പാവാം, അതിന് ഷാർപ്പാവേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഭാഷ ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ഇതുപോലൊരു കട്ടക്കൂതറ പടം എന്ന് പറയുന്ന ഭാഷയും ഈ പടത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് പറയുന്ന ഭാഷയും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ കട്ടക്കൂതറ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് അയാളുടെ ഈഗോയെ നമ്മൾ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതേ കാര്യം നിങ്ങൾക്ക് മാന്യമായ ഭാഷയിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അങ്ങനെ പറയാതിരിക്കുമ്പോൾ അതൊരു കൾച്ചർ തന്നെ മാറും. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന പരസ്പരം നമ്മൾ അത്രയും അടുത്ത ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ വളരെ പ്രൈവറ്റ് സ്പേസിൽ എൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കുകളൊന്നും ആയിരിക്കില്ല ഇന്നത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ആ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവാറ് പോലുമില്ല. കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ചില പിള്ളേരൊക്കെ പറയുന്നത് ഇത് എന്ത് ഭാഷയുടെ മനസ്സിലാവാത്ത അവസ്ഥയാണ്.
അത്തരം ഭാഷ പക്ഷേ നമ്മൾ പബ്ലിക് സ്പേസിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു മോശമാണ്. നമുക്ക് സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധതയുണ്ടല്ലോ, ആ പ്രതിബദ്ധത അനിവാര്യമാണ്. നമ്മൾ കൊടുക്കാത്തതൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. മറ്റേ ഇതിൽ പറഞ്ഞിട്ടില്ലേ, ഡബിൾ ബാരലിൽ ചെമ്പൻ വിനോന്റെ കഥാപാത്രം പറയുന്നില്ലേ, ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്, അത്രേ ഉള്ളൂ. സാർ ഒരു അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ. സാറ് സിനിമ കാണുന്നു എന്ന് പറഞ്ഞു. സാറ് തൊഴിൽ ചെയ്യുന്നു, അധ്യാപകനാണ്. സാർ എപ്പോഴെങ്കിലും, സാറിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, സിനിമകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഇന്ന സിനിമ കാണണം, അത് സിലബസിൽ ഇങ്ങനെ ഹെൽപ്ഫുള്ളാവും എന്ന് ചെയ്തിട്ടുണ്ടോ? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ആൻഡ് എഗെയിൻ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞൊരു കോഴ്സിന് നമ്മുടെ സിലബസിൽ 6 സിനിമയായിരുന്നു ഉണ്ടായിരുന്നത്. 6 സിനിമയും വേറൊരു ബുക്കും. അപ്പം പിന്നെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നാലും കുറേ സിലബസിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സിലബസിലൊന്നും ഈ ഒരു ഇൻക്ലൂസിവിറ്റി കാണുന്നില്ല. അപ്പം സിനിമകൾ പ്രത്യേകിച്ച് സ്കൂൾ സിലബസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, കുട്ടികളെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ശീലമാക്കുന്നതിനോട് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താ? അതിന് അഡിക്ഷൻ എന്തെങ്കിലും, അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്ട്സ്, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, സാറിന് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ഈ സിനിമ സ്ഥിരമായിട്ട് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എടുക്കാൻ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ കണ്ട സിനിമകളൊന്നുമല്ല ഈ പിള്ളേർ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവർ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ, ഇപ്പം ഞാൻ നിങ്ങളോടൊരു ക്ലൂ തന്നിട്ട് ഞാൻ നിങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും സിനിമയുടെ സീൻ ഓർമ്മ വരുമോ? ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തന്നു, നിങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങൾക്ക് അറിയാം, അത് പറയാൻ വേണ്ടി പറയേണ്ട സാധനമാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു വിഷ്വൽ ഇങ്ങനെ ഓടി വരുമോ? സാധ്യത കുറവാണ്. ചിലപ്പോൾ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. FIR എന്ന് പറഞ്ഞ സിനിമയിൽ ഈ AK-47 ഒരു ബുള്ളറ്റിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് NF വർഗീസ് പറയുന്ന ഒരു സീനുണ്ട്. മനസ്സിലായില്ല? മനസ്സിലായില്ല എന്നിട്ട് സുരേഷ് ഗോപിയുടെയും വിജുവിൻ്റെ അയാളൊക്കെ അത്ര ഇവർക്കറിയാം, അത് പൊട്ടിച്ചെടുക്കാനുള്ള സാധനം ഉണ്ടല്ലോ. അതുപോലെ നമ്മൾ ചോദിച്ചിട്ട് ഉത്തരം പറയാതിരിക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന ഡയലോഗ് എന്തായിരിക്കും? മറ്റേ പപ്പുവിൻ്റെ മിന്നാരത്തിലുള്ള ഡയലോഗ് ഇല്ലേ, കൊന്നാലും ഞാൻ പറയൂലടാ. ഇതാണോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്? അതൊരു രീതിയിൽ ഉപയോഗിക്കാം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പം കെമിസ്ട്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇവർക്ക് ബോറടിക്കും. ഇപ്പം ഞാനൊരു 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അതിലൊരു അരമണിക്കൂറേ ഞാൻ പ്യൂർ കെമിസ്ട്രി പറയുന്നുണ്ടാവുള്ളൂ. ബാക്കി ഒരു 15 മിനിറ്റ് ഏതെങ്കിലും പുസ്തകത്തിലൊരു കഥയെക്കുറിച്ച്. ഞാൻ മിക്കവാറും വായിക്കുന്നൊരു പുതിയ കഥ പറഞ്ഞിട്ടാണ് ഞാൻ പലപ്പോഴും തുടങ്ങാൻ ശ്രമിക്കാറ്. വായിക്കാൻ പറ്റിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ കഥയെക്കുറിച്ച് പറയും. പിന്നെ അവസാനം ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച്, കാരണം അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വേണമല്ലോ. ഇപ്പോൾ 2 ക്ലാസ് കഴിയുമ്പോൾ നമുക്കറിയാം അവരുടെ ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ രീതിയിൽ എന്നെ സംബന്ധിച്ചോളം സിനിമ കാണുക എന്നുള്ളത് ഗുണകരമാണ്. ഞാൻ ഇന്ന സിനിമ കാണണം എന്ന രീതിയിലല്ല പറയുന്നുണ്ടാവുക, ചിലപ്പോൾ ആ കോൺടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വായിക്കുന്നതിന് നമ്മൾ പറയുന്നതാണെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കെമിസ്ട്രിയിൽ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും? എന്താണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹേബർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഒരു കാരണം അതാ, ഫെർട്ടിലൈസർ ഉണ്ടാക്കണ്ടേ? ഫെർട്ടിലൈസർ ഉണ്ടാക്കണമെങ്കിൽ അമോണിയ വേണ്ടേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ ദൈവതുല്യമായിട്ട് കാണേണ്ട ഒരാളാണ് ആര്? ഹേബർ എന്ന് പറഞ്ഞ ഒരാൾ, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ കാണാനോ കുഴപ്പമൊന്നുമില്ലോ. ഹേബർ ആണല്ലോ കണ്ടുപിടിച്ചത്. നിങ്ങൾ ദൈവമായിട്ട് കാണണ്ട, പക്ഷേ നിങ്ങൾ വലിയൊരു സ്ഥാനത്ത്, നിങ്ങൾ ഇത്രയും മനസ്സിൽ കണ്ട പോലെയല്ല, അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് കൂട്ടാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. ഈ ഹേബറിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയ വ്യക്തി ആരാണെന്നറിയോ? ഹേബറിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ആ പേര് ഞാൻ മറന്നുപോയി, എന്തോ എർമിങ് വാൻ, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. ആ പേരിലൊരു സിനിമ തന്നെയുണ്ട്. എന്താ കാരണം എന്നറിയോ? ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഇത്രയും മാനവരാശി ഗുണമുള്ള ചെയ്തപ്പം ഇപ്പുറത്തെ സൈഡിൽ വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അവിടത്തേക്കുള്ള രാസായുധങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികളെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ പെടുത്തും? ഞാൻ പറഞ്ഞു, ഇതൊരു ഇൻട്രസ്റ്റിംഗ് കഥയാണ്, അല്ലേ? ഞാൻ വെച്ചാൽ കഥ മൊത്തം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൂക്കയിൽ എങ്ങാനും അതിൻ്റെ ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹേബർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ത്രീയുടെ സ്റ്റോറി മൊത്തം വായിക്കാം, ആ പോരാടിയ കഥ മൊത്തം വായിക്കാവുന്നതാണ്. ബോറടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഹേബറിൻ്റെ ഒരു കഥ. അതുപോലെ കൊക്കെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊക്കെയിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് വിൽ സ്റ്റാറ്റർ. ആദ്യം PhD ചെയ്ത ഗൈഡ് ഓൾറെഡി ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചിരുന്നു. ഇയാൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഗൈഡ് കണ്ടുപിടിച്ച തെറ്റാണ്. ഗൈഡ് പറഞ്ഞ് മേലാൽ ഈ സാധനം ചെയ്തു പോയിരുന്നു. ഇയാളെ സഹായിച്ച വേറൊരാളാണ്. അങ്ങനെയാണ് ഇദ്ദേഹം അത് കണ്ടുപിടിക്കുന്നത്, നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്യുന്നത്. സോ അങ്ങനെ പൊളിറ്റിക്സിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊരു താല്പര്യം തോന്നും. അത് നമ്മൾ നിരന്തരം കഥകളും ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്നാൽ ദിവസം പോയിട്ട് വിൽ സ്റ്റാറ്ററിൻ്റെ കഥയും ഹേബറിൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേർ ഓടിക്കത്തില്ലേ? അതൊരു കാര്യം. 2, സിനിമ ഒരു നല്ല മീഡിയമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ചില സിനിമകളെ കാണുന്ന സമയത്ത് റൺവേ സിനിമ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അതെ, സ്പിരിറ്റ് ഫ്രീസ് ചെയ്യുന്ന, അത് ഫ്രീസ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൽ പറയുന്നല്ലോ ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് പറഞ്ഞിട്ടല്ലേ? അല്ലേ, -something, ഞാൻ ഓർക്കുന്നില്ല എത്രയാന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് പുറത്തേക്ക് എടുക്കാം.
ഇപ്പോൾ ഫോറൻസിക് സിനിമ കാണുന്ന സമയത്ത് അത് കുറേ സംഭവങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള DNA തന്നെ ചേഞ്ച് ചെയ്യുന്ന, അല്ലേ, ബോൺ മാരോ ഇതുവഴി DNA ചേഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയെക്കുറിച്ചുള്ളത്. അഞ്ചാം പാതിര കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു വേർഡായിരിക്കാം. നമ്മൾ പട്രോളിംഗ് എന്നാണോ പറയുക, പെട്രോളിംഗ് എന്നാണോ പറയുക? രാത്രി പോലീസ് റോന്തി വിടുന്നതിന് പാ ഏതാ പാ? ആ സിനിമയിൽ എന്താ പറയുന്നത്? പെട്രോളിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെയൊക്കെ നമുക്ക് വെറുതെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സിനിമകളുണ്ടാവാം. ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിലൊരു സാറുണ്ട് അതുപോലെ, ഫെബു സാറ്. പുള്ളി ഇങ്ങനെ സാഹിത്യം എടുത്തിട്ട് അരമണിക്കൂർ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് പുള്ളിയുടെ തന്നെ ഹിന്ദു എഡിറ്റോറിയൽ ലൈബ്രറി പോയിരുന്ന് വായിച്ച് അതിൻ്റെ ഓരോ ടേംസും ഇതൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ നമുക്ക് സിനിമയെ ഉപയോഗിക്കാം. ഭാവിയിൽ അങ്ങനെയൊക്കെ വരുമായിരിക്കും. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള പുതിയ പ്ലെയർ എടുത്ത് പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഈ ബൈജൂസ് ആപ്പിനൊക്കെ ഇത്രയേറെ ഇത് വരാനുള്ള കാരണം എന്തായിരുന്നു? 3D വിഷ്വൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് അത്രയും ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറയുമ്പോൾ എന്ത് തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു വിഷ്വൽ സാധനം കിട്ടുമല്ലോ. സോ സിനിമയ്ക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഭാവിയിൽ അങ്ങനെ വന്നേക്കാം, വരുമായിരിക്കും. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു പരിപാടി ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്പേസിൽ വലിയ പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് നിർത്തിയതാണ്. ഒരു കോഴ്സായിരുന്നു, സർട്ടിഫിക്കറ്റ് കോഴ്സായിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് സയൻസ് ത്രൂ മലയാളം ക്രൈം ത്രില്ലേഴ്സ്. ഞാൻ 10 മലയാളം ക്രൈം ത്രില്ലേഴ്സ് എടുക്കുകയും ആ ക്രൈം ത്രില്ലേഴ്സിൽ അവരുപയോഗിച്ച ടെക്നിക്കിനെ കുറിച്ച് അതിൽ പഠിപ്പിക്കുകയും എന്നിട്ട് ആ സിനിമയിൽ അവർ ചെയ്ത അബദ്ധങ്ങൾ എന്താണെന്ന് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യാം. ഇതായിരുന്നു ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ്. ഒരു 50 hours ഉള്ളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സായിരുന്നു. പക്ഷേ അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ഇത് സിനിമാ പോസ്റ്റർ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞോടി എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തില്ല. പിന്നീട് എപ്പോഴേലൊക്കെ ചെയ്യുമായിരിക്കും. സർ, ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന നിലയിൽ വ്യക്തിപരമായി സന്ദേശവും പഞ്ചവടിപ്പാലം എടുക്കും. പഞ്ചവടിപ്പാലമാണ് എൻ്റെ ചോയ്സ്. പക്ഷേ പലപ്പോഴും ഈ ചർച്ചകളിലൊക്കെ നമ്മൾ ഈ സന്ദേശത്തെ അങ്ങ് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സർക്കാസം എന്ന നിലയിൽ സന്ദേശം ഒരു വിജയമായിട്ടല്ല, അതിൻ്റെ ക്ലൈമാക്സ് ഒഴിച്ചു നിർത്തിയാൽ ക്ലൈമാക്സിൽ അവരതിൻ്റെ പരിഹാരമായിട്ട് പറയുന്നത് നിങ്ങളാരും കൊടി പിടിക്കരുതെന്നുള്ളതാണ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും വളരെ വിജയകരമായ ഒരു സർക്കാസ്റ്റിക് മൂവിയല്ലേ സന്ദേശം നമ്മൾ പൂർണ്ണമായി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പൂർണ്ണമായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിൽ തീർത്തും അരാഷ്ട്രീയമായി പോയി എന്നുള്ളൊരു വിഷമമാണ്. നമ്മൾ അത്രയും നേരം രാഷ്ട്രീയം പറയുകയും നിങ്ങളതിന് പരിഹാരമൊന്നും പറയണമെന്നല്ല പറയുന്നത്. പക്ഷേ അതിൽ തീർത്തും അരാഷ്ട്രീയമായിട്ട് നിങ്ങൾ കൊടിയേ പിടിക്കരുത്, നിങ്ങൾക്ക് രാഷ്ട്രീയമേ പാടില്ല എന്ന് പറയുന്നിടത്ത് സൊസൈറ്റി എങ്ങനെയാണ് നോക്കിക്കാണുന്നതൊരു വിഷമം. അത്രേ ഉള്ളൂ. നമ്മളൊരിക്കലും പൂർണ്ണമായിട്ട് മാറ്റരുത്. കാരണം സന്ദേശം ഇപ്പോഴും വന്നാൽ കോട്ടപ്പള്ളി പ്രഭാകരനെയും അല്ലേ നമുക്ക് അങ്ങനെയൊന്നും മറക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ വീണ്ടും കാണുന്നതാണ് അതിലെ തമാശകൾ. നമ്മളിപ്പോഴും ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. പക്ഷേ അതിനേക്കാൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉള്ളത് പഞ്ചവടിപ്പാലമാണ്. പഞ്ചവടിപ്പാലം പക്ഷേ ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും ഒരു വലിയ സർക്കിളിലേക്ക് ചർച്ച ചെയ്ത് വരുന്നൊന്നും കണ്ടിട്ടേ ഇല്ല. ഇപ്പം ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ വെക്കുന്ന പരിപാടിയൊക്കെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ പഞ്ചവടിപ്പാലമൊക്കെ വീണ്ടും ചർച്ച ചെയ്യുമായിരിക്കും. ഒരു റിക്വസ്റ്റോ ഒരു ചോദ്യമാണുള്ളത്. ആദ്യം തൊട്ട് ഒടിയൻ്റെ സീരീസ് ആണെങ്കിലും എഫ് ഫാക്ടർ ആണെങ്കിലും അങ്ങനെ സ്പെഷ്യൽ സീരീസ് എല്ലാം കൂടെ കാണുന്ന ഒരാളായിരുന്നു. അപ്പം ഇപ്പോൾ അനന്തരാമനൊക്കെ ചെയ്യുന്ന നിസ്സാരം വീഡിയോസ് കൂടെ അതിൻ്റെ പോപ്പുലാരിറ്റി യൂസ് ചെയ്ത് സയൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാറിന് കെമിസ്ട്രിയുടെയോ അല്ലെങ്കിൽ പൊതുവിൽ സയൻസിൻ്റെയോ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം സാർ തന്നെ പറഞ്ഞു കോഴ്സിൻ്റെ ഭാഗമായിട്ട് മൂവീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു കോഴ്സ് പോലും ദ ഫേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി മൊത്തം കാണിച്ചു തന്നിരുന്നു. അപ്പം അങ്ങനെ ഒരു സിനിമ എന്ന് പറയുമ്പം ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കില്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ നമ്മൾ ഫാസിലിൻ്റെ ഒപ്പീനിയൻ ഭരദ്വാജിൻ്റെ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവും, സാറും കണ്ടിട്ടുണ്ടാവും. അത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ആയിരുന്നു. അതിനെ കൂടുതലായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ആക്ടേഴ്സിനെ ചർച്ച ചെയ്യേണ്ട, പെർഫോമൻസ് ചർച്ച ചെയ്യേണ്ട, സിനിമേനെ കൂടുതലായി കാണണ്ട. അപ്പോൾ സാറിൻ്റെ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അറിയാനാണ്. സിനിമയെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഹിസ്റ്ററി മൊത്തം നമ്മളോട് പറയുന്നത്. പല മൂവ്മെൻറ്റ്സും ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് പൊതുവിൽ ഒരു 2005 അല്ലെങ്കിൽ 2010 മുമ്പ് വരെ മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ അകറ്റി നിർത്തിയ ആൾക്കാരാണ്. എന്ത് കാരണമാണെന്നതിലേക്ക് അപ്പുറത്തേക്ക് നമ്മൾ അവരെ ഒരിക്കലും നമ്മുടെ കൂടെ എന്ന രീതിയിൽ ചേർത്ത് പിടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ നോക്കുക 2010 ശേഷം വന്ന, അതിനു മുമ്പ് ട്രാൻസ്ജെൻഡേഴ്സ് കഥാപാത്രങ്ങൾ സിനിമകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ 2010 ശേഷം വന്നതിൽ ഇപ്പോൾ ആഷിക് കപൂറിൻ്റെ മായാതിയിലടക്കമുള്ള ചെറിയ കഥാപാത്രങ്ങളോ വലിയ കഥാപാത്രങ്ങളോ നോക്കിയാലും അവരുടെ ഇമോഷൻസിനെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ നമ്മളെപ്പോലെ ആളാണ് എന്ന് ഒരു കല കൊണ്ടാണ് നമുക്ക് ബോധമുണ്ടായത്. സ്ത്രീവിരുദ്ധത എപ്പോഴും സമൂഹത്തിൽ നടക്കുന്നുണ്ട്, എല്ലാ രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മളെ കുറേ കൂടെ നമ്മളോട് പറഞ്ഞത് സിനിമകളാണ്. അപ്പം സിനിമകൾക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സിനിമയെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ ഇത്രയും ബയോപിക്കുകൾ നമ്മുടെ നാട്ടിൽ വരേണ്ട ആവശ്യമില്ലല്ലോ, ഇത്രയും പ്രൊപ്പഗണ്ട സിനിമകൾ നമ്മുടെ നാട്ടിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളുടെ പേഴ്സ്പെക്റ്റീവാണ്. ചിലവർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം കാണുന്നവരുണ്ടാവാം, ചിലവർ
സിനിമ ആത്യന്തികമായിട്ട് എന്നെ സംബന്ധിച്ചോളം ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ്. കാരണം അതിൻ്റെ ജനനം അങ്ങനെയായിരുന്നു, ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലായിരുന്നു. പക്ഷേ നമുക്ക് അതിലൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് എവിഡൻ്റ് ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ? നിങ്ങളൊരു ഒരു ഒരു സോഷ്യൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം നരസിംഹം എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനൊന്നും എടുക്കാനൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ അന്ന് പോകാനെ ദിനേശ വിളിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകാനെ ദിനേശ വിളിച്ചേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് കുറച്ചുകൂടി ക്ലാസ് ആയിട്ടുള്ള സിനിമകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പം അതിലൊരു ഇമോഷൻ മാത്രമായിരിക്കാം. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില സിനിമകൾ റിപ്പീറ്റഡ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ ചങ്ങായി ഏകദേശം ഒരു 500 തവണ ആമേൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് വിഷം വരുമ്പോഴൊക്കെ പുള്ളി ഈ സോളമൻ്റെ കൂടെയുള്ള യാത്രയാണല്ലോ, പുള്ളി അവസാനം വിജയിക്കുന്നവരെ ആകുമ്പോഴേക്കും പുള്ളിക്ക് ഭയങ്കര ആശ്വാസമൊക്കെ ആവും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴാണ് ആമേൻ ഇന്നലെയും കണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് പുള്ളിയെ വളരെ പേഴ്സണലായിട്ട് ടച്ച് ചെയ്തായിരിക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് സിനിമയ്ക്ക് വ്യക്തമായ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട്. അത് ഇപ്പം സിനിമയിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗത്തേക്കാൾ കുറവാണ് സിനിമയെ കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മളെല്ലായിടത്തും, നിങ്ങൾ പോലീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കി അറിയാം, വളരെ വ്യാപകമായിട്ട് ലഹരി ഉപയോഗം നടക്കുന്ന ഒരു നാടാണ്. സിനിമ കൊണ്ട് മാത്രമാണ് ലഹരി ഉപയോഗം ഉണ്ടായതെന്നൊന്നും പറയാനും വേണ്ടി പറ്റത്തില്ല. സിനിമയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് വിവേചന ബുദ്ധി വേണമല്ലോ, ആണല്ലോ അതിൻ്റെ ഒരു, നമ്മൾ രംഗണ്ണനല്ലല്ലോ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ജീവിതം സിനിമയാവുമ്പോഴേക്കും അതിലെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെടുന്നതിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതായത് ഈ ആടുജീവിതം പോലുള്ള സിനിമയിലൊക്കെ എഴുത്തുകാരൻ എഴുതിയേക്കുന്നത് വേറൊരു രീതിയിലും അത് സിനിമയാവുമ്പം അതിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അതിൽ ആടുജീവിതത്തിൻ്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ബെന്യാമിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു നോവലാണ്, അല്ലേ? നോവലാണ്, ഇതൊരു ജീവചരിത്രം അല്ല. അപ്പം നജീബ് പറഞ്ഞതിൽ നിന്നും അതൊരു നോവൽ പേഴ്സ്പെക്റ്റീവിലേക്ക്, ഒരു വായനക്കാരൻ്റെ അടുത്തേക്ക് വിൽക്കാനുള്ളിടത്തേക്കാണ് ബെന്യാമിൻ അതിനെ മാറ്റുന്നത്. ബെന്യാമിനോട് ബ്ലസ്സി ആദ്യം പറഞ്ഞത് ഇതിൻ്റെ കോർ എലമെൻ്റ് എടുക്കും, സിനിമ എൻ്റെ രീതിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ സിനിമാറ്റിക് വേർഷൻ വേറെ രീതിയിലാണ്. അപ്പോൾ ജനറലി ബയോപിക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഹിസ്റ്ററി നമ്മൾ റിസർച്ച് നടത്തി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ഇങ്ങനെ കുറേ സാധനമുണ്ട്. അതായത് പുസ്തകങ്ങളുണ്ട്, ചിലപ്പോൾ ആ സമയത്തെ ലേഖനങ്ങളുണ്ട്, ചിലപ്പോൾ വീഡിയോ ക്ലിപ്സ് ഉണ്ടാവാം, ചിലപ്പോൾ നേരിട്ട് കണ്ട ആൾക്കാരുണ്ടാവാം. ഞാനിത് ചെയ്യാൻ പോകുന്ന ഒരാളെ, എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ കെ കരുണാകരൻ്റെ ബയോപിക്കാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാനൊരു കട്ട ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ള ഊഹിക്കാലോ. നിഷ്പക്ഷം എന്നൊരു പക്ഷം ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിഷ്പക്ഷനാണെന്ന് പറയാം, അതാണ് ഏറ്റവും മോശം പക്ഷം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റ് നമുക്ക് നിഷ്പക്ഷം എന്ന് പറഞ്ഞ സാധനം ഇല്ല. നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു പക്ഷത്തായിരിക്കും. അത് പക്ഷത്തുണ്ടാവും. അപ്പം വലതുപക്ഷമായതുകൊണ്ട് മോശം, ഇടതുപക്ഷമായതുകൊണ്ട് മോശം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു പക്ഷം ഉണ്ടാവും നമുക്ക്. അപ്പോൾ എൻ്റെ പൊളിറ്റിക്സ് അനുസരിച്ചായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ കലയെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇത്രയും കാലം സ്ത്രീവിരുദ്ധത എന്ന് പറയുന്ന സാധനം, ഈ പറയുന്നത് സ്ത്രീവിരുദ്ധതയാണെന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉദയകൃഷ്ണയുടെ സിനിമകളിൽ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് പറയാറുണ്ട്. ഉദയകൃഷ്ണൻ എഴുതിയ സിനിമകളിൽ ഒബ്ജക്റ്റിഫിക്കേഷൻ അത് തന്നെയാണ്. അപ്പോൾ ഇത് സ്ത്രീവിരുദ്ധത ഇതാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിനെ കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എതിർവശത്ത് നിൽക്കുന്ന ഒരാൾ കൂടെ തയ്യാറാവണം. ഇല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് സ്ത്രീവിരുദ്ധതയല്ല. ഉദയകൃഷ്ണനെ മാറ്റി, ഉദയകൃഷ്ണ അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്രിസ്റ്റഫർ എഴുതിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തി, ഒരു എക്സ് എന്നുള്ള വ്യക്തി, അയാൾ എടുക്കുന്ന എല്ലാം അപ്പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയപരമായിട്ട് നമുക്ക് യോജിക്കാനേ പറ്റാത്ത കാര്യമാണ്. പക്ഷെ അത് അപ്പൊളിറ്റിക്കലാണെന്ന് അയാൾക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം എന്താണ്, അത് അയാളുടെ പൊളിറ്റിക്സാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ബയോപിക് എടുക്കുമ്പോഴും നമ്മൾ കണ്ട, ഇപ്പോൾ അതുകൊണ്ടാണല്ലോ വാര്യംകുന്നൻ്റെ കഥ അനൗൺസ് ചെയ്ത സമയത്ത് ഒറ്റയടിക്ക് 4 വാര്യംകുന്നന്മാർ വന്നത്. അപ്പോൾ ഇത് ഏതിലെ വാര്യംകുന്നനാണ് ശരിയാണെന്നുള്ളത് അറിയാൻ വേണ്ടി പ്രേക്ഷകർ പോവില്ല. ഇത് വരുമ്പോൾ മാറ്റങ്ങളുണ്ടാവാം. പഴശ്ശിരാജയുടെ സിനിമ വന്നപ്പോൾ ഉണ്ടായിരുന്നു, മാറ്റങ്ങളുണ്ടായിരുന്നു. ഏത് കഥകൾ വരുമ്പോഴും അതിന് പിന്നെ ഒരു സിനിമാറ്റിക് വേർഷൻ വേണമല്ലോ. ഇതിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ടല്ലേ അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കേണ്ടി വരും. മതിലുകൾ പോലെ ബഷീറിനെ എഴുതിയാണ്, ബഷീറിനൊക്കെ എഴുതിയിരിക്കുന്നത്. അതൊരു ബ്യൂട്ടിയാണ്. അതെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഹൈ ലെവൽ എന്തോ വേണം, അടൂരിനൊക്കെ ഉണ്ടായ പോലെ. അങ്ങനെ വരുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവും. അല്ലാത്ത ഒറിജിനൽ നിങ്ങൾ ബയോപിക് എടുക്കുന്നതെങ്കിൽ, ഈ അടുത്ത കാലത്തെ ബയോപിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ബയോപിക്കുകൾ വരുന്നുണ്ടല്ലോ പൊളിറ്റിക്സിൽ, അറിയത്തില്ല. ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.